ഹായ് 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 ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ എജ്യൂപോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ +1 ഹിന്ദിയുടെ മോഡൽ എക്സാം? എല്ലാവരും എഴുതി കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിലും കാര്യങ്ങളൊക്കെ ഇരിക്കുകയെന്നറിയാം. പക്ഷേ ക്ഷീണത്തിലിരിക്കാനായോടാ? ഇല്ല, കാരണം ഇനി മെയിൻ എക്സാമാണ് അല്ലേ? മെയിൻ എക്സാം വരികയാണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലേ, നമ്മുടെ +1ൻ്റെ ആ ഒരു ക്ലാസ്സിൻ്റെ എന്താ പറയുക, ക്ലൈമാക്സിലോട്ട് നമ്മൾ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട. ഞാൻ പറയാറുണ്ട്, മിസ്സുണ്ട് നമ്മുടെ +1 ഹിന്ദിയിൽ, അതേപോലെ തന്നെ എജ്യൂപോട്ടും ഉണ്ടടാ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തോരു ഡൗട്ട് ആയിക്കോട്ടെ, എന്തൊരു കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ്സ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ +1 ഹിന്ദിയിൽ മോഡൽ എക്സാം എൻ്റെ മക്കളെല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം? എല്ലാവർക്കും നല്ല ഈസി ആയിരുന്നോ? അതോ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന മക്കളല്ലേ? അപ്പോൾ ഈ 10ാം ക്ലാസ് അതേ പാറ്റേൺ തന്നെയാണോ? നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെയാണോ അതേപോലെ തന്നെ +1ത്തെയാണോ വളരെ ഈസി ആയിട്ട് തോന്നിയത്? എന്താണ് ടഫ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ മിസ്സിനെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ +1 മോഡൽ എക്സാമിൻ്റെ എന്താണ് ഒരു അനാലിസിസ് ആണ് കേട്ടോ. +1 മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യാം. എങ്ങനെയാണ്? അപ്പം ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ മോഡൽ എക്സാം എഴുതിയെന്ന് മിസ് പറഞ്ഞില്ലേ, ആ ഒരു പാറ്റേൺ തന്നെയാണ് പബ്ലിക്കും വരിക. ഒരു സംശയമില്ല മക്കളെ. ഞാൻ പറഞ്ഞിട്ടില്ലേ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മിസ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ സെയിം കാര്യങ്ങൾ. മോഡൽ എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ, ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാതും അല്ലാട്ടടാ, ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പാറ്റേൺ തന്നെയാണ് കീപ്പ് ചെയ്യുക നമ്മുടെ മെയിൻ എക്സാമിന്, പബ്ലിക് എക്സാമിന്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിലെന്താവും, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ചാപ്റ്റേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ മിസ് ഇനി സംസാരിച്ചിട്ടൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻ്റെ മക്കളെല്ലാവരും അറ്റൻഡ് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ സൗണ്ട് എപ്പോഴും ശരിയായിട്ടില്ലടാ. അപ്പോൾ പതിയെ ഇങ്ങനെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല അന്ന് ലൈവിൽ മിസ്സിന് ജലദോഷം പിടിച്ചു എന്നുള്ളത്. അപ്പോൾ പതിയെ സൗണ്ട് ശരിയായിട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോ പ്രോബ്ലം, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമുക്കൊന്ന് അനാലിസിസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നോക്കിയേ, ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലേ? 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അതിൽ നോക്കിയേ, 1 से 5 तक के प्रश्नों के उत्तर കോഷ്ടക് സേ ചുൻകർ ലിഖിയ, അതായത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഓരോന്നിനും 5 മാർക്ക് അല്ലേ, ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെയാണ് പബ്ലിക് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈസി ആയിരുന്നില്ലേ മക്കളെ? ഒന്ന് നോക്കി നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹരേ ആ ഗൈ ഹേ ഭൂലീസി അല്ലേ, കൂൻ ആ ഗൈ ഹേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാ വഴിതെറ്റി വന്നിരിക്കുന്നു അല്ലേ. എങ്ങനെ? കൂൻ ആ ഗൈ ഹേ എന്നാണ്. കൂൻ ആ ഗൈ ഹേ, ഹരേ ആ ഗൈ ഹേ ഭൂലീസി മദ്രദു. ആരാണടാ വന്നത്? ഇത്ര വലിയ കൺഫ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, നമ്മുടെ മദ്രദു ആണടാ വന്നത് അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹേമ ഏത് കിസ് കഹാനി കാ പാത്ര ഹേ? ഏത് കഹാനിയിലെ, ഏത് കഥയിലെ പാത്രമാണ്, കഥാപാത്രമാണ് ഹേമ? അതും ഡൗട്ടുണ്ടോടാ? യെസ്, നമ്മുടെ ദുഃഖിലെയാണല്ലേ. ദുഃഖ് കഹാനിയിലെ ഹേമ ദിലീപിനൊക്കെ നമ്മൾ മറക്കുമോ? യശ്പാൽജിയുടെ ദുഃഖ് കഹാനിയാണ് അല്ലേ. അതിൽ ഹേമയും ദിലീപും ആ ചെറിയ കുട്ടിയല്ലേ അല്ലേ മക്കളെ? ഉസ് ചോട്ടി സി ലഡ്കാ ഔർ പിന്നാരാ ഉസ്കി മാ അല്ലേ മക്കളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 3ാമത്തെ ക്വസ്റ്റ്യൻ. ചാന്ദ് ഔർ കവി കിസ്കി കവിത ഹേ? ആരുടെയാണ് ചാന്ദ് ഔർ കവി എന്ന് പറഞ്ഞിട്ടുള്ള കവിത? അതും എൻ്റെ മക്കൾക്ക് അറിയാം. ആരുടെയാണെടാ? യെസ്, ദിനകർ ജി മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്.
എൻ്റെ മക്കൾ ഫസ്റ്റത്തെ ഈ വൺ വേർഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആദ്യം ചാപ്റ്റർ ഏത് രീതിയാണ്, ഏത് കവിയാണ്, അല്ലെങ്കിൽ ഏത് ലേഖകനാണെന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ, അതാണ് ബേസിക് എന്ന് പറയുന്നത്. അത് പഠിച്ചു വിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും ഇനിയിപ്പോൾ ചരിത്ര ടിപ്പണി ആയിക്കോട്ടെ, ആസ്വാദന ടിപ്പണി ആയിക്കോട്ടെ, ഇനി എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഇത് ഇന്ന ചാപ്റ്ററിലെ ഇന്ന ലേഖകൻ്റെ കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്ററിൽ ഇന്ന കവിയുടെ വരികളാണ് എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, അത് ഏത് വിധിയാണ്, അതിൻ്റെ കവിയും ലേഖകനൊക്കെ നിങ്ങൾ എൻ്റെ മക്കളെ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം അതാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ചാന്ദ് ഔർ കവി എന്ന് പറഞ്ഞിട്ടുള്ള കവിത ആരുടെയാണ് മക്കളെ? ദിനകറിൻ്റെയാണ് അല്ലേ. ഇനി നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനുതാപ് കിസ് പിതാ കി രചന ഹേ. എന്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണടാ, എപ്പോഴും മിസ് പറയാറുണ്ടല്ലോ. അനുതാപ് എന്താണടാ? യെസ്, ലഘു കഥയാണടാ, ചെറു കഥയാണ്. നമ്മൾ ആരുടെയാണ്? സുകേഷ് സാഹനിച്ചിട്ട് അനുതാപ് ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ. ആരൊക്കെയാണടാ കഥാപാത്രങ്ങളെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അസ്ലം, നയർ, റിക്ഷേവാല, അതേപോലെ തന്നെ നമ്മുടെ യാത്രി അല്ലെങ്കിൽ ബാബുജി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് ഈ 3 കഥാപാത്രങ്ങളാണ്. മക്കൾ മറക്കുവോ? ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കവി പവൻ കരൺ കി കവിത ഇൻമേ കോൺ സി ഹേ. അതും എൻ്റെ മക്കൾക്കറിയാം, നമ്മുടെ ലാസ്റ്റ് കവിതയാണ്, ഒരു ചെറിയൊരു കവിതയാണ് അല്ലേ. തുമേ കഹനാ നഹി ആതാ കോ അല്ലേ. എന്താണ്? കവി പവൻ കരണിൻ്റെ കവിതയാണ് കഹനാ നഹി ആതാ അല്ലേ. അതും എൻ്റെ മക്കൾക്ക് അറിയാവുന്നതല്ലേ. ആ ചെറിയൊരു കവിത പവൻ കരൺജിയുടെ കവിതയാണെന്നും എൻ്റെ മക്കൾക്കറിയാം. അങ്ങനെ 5 മാർക്ക് ഇതൊന്നും എൻ്റെ മക്കൾക്ക് കിട്ടി അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതേപോലെ തന്നെയാണ് കേട്ടോ വരിക. ഇത് ചോദിച്ചത് എന്താണ്? പത്തർ കി ബേഞ്ചാണ്. മിസ് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, പത്തർ കി ബേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ മദ്രദു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ചാന്ദ് ഔർ കവി എന്ന് 2 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതുവരെ. കൂടുതൽ നിങ്ങൾ ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പത്തർ കി ബേഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ മദ്രദു എന്ന് പറഞ്ഞിട്ടുള്ള കവിതയായിട്ട്. നോക്കി, കവിതാംശ് പഠിയ और 6 से 8 तक के प्रश्नों के उत्तर लिखिए എന്നാണ് കേട്ടോ. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് വായിച്ചിട്ട്? ഈ കവിത വായിച്ചിട്ട്. പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യമുണ്ടാടാ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ പത്തർ കി ബെഞ്ചാണ് ഇടാം. നോക്കിയേ, ജിസ് पर रोता हुआ बच्चा बिस्किट कुतरते छुप रहा है, जिस पर धक्का युवक अपने कुचले हुए सपनों को सहला रहा है, जिस पर हाथों से आंखें ताब एक रिटेड बूढ़ा भर दोपहरी सो रहा है, जिस पर वे दोनों जिंदगी के सपने बुन रहे हैं എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രകാന്ത് ദേവദാലേജിയുടെ പത്തർ കി ബേഞ്ച് എന്ന് പറഞ്ഞുള്ള കവിതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ ആസ്പദമാക്കി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ മക്കൾ കണ്ടു കാണും അല്ലേ. എൻ്റെ മക്കൾക്ക് അറിയാം, കൂടുതലൊന്നുമില്ല. ആ കവിതയിൽ എന്താണ് അടുത്ത സെയിം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതൊന്ന് നിങ്ങൾ എടുത്ത് എഴുതിയത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നോക്കിയേ, 6ാമത്തെ ക്വസ്റ്റ്യൻ, रोता हुआ बच्चा क्या कुतर कर चुप हो रहा है. ഈ കരയുന്ന കുട്ടി എന്ത് കുറിച്ചുകൊണ്ടാണ് അവൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? അതും അതിൽ പറയുന്നുണ്ട്. നോക്കിയടാ, जिस पर रोता हुआ बच्चा बिस्कुट कुतरते അല്ലേ. ഇതൊക്കെ ആരെങ്കിലും തെറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര പേരത്, ഞാനിപ്പോൾ കുറേ പേരുടെ ആൻസർ പേപ്പർ നോക്കിയ സമയത്ത് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് അറിയില്ല, ആസ്വാദന ടിപ്പണി അറിയില്ല, അതുകൊണ്ട് മറ്റുള്ള ഈ 2 ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയത്, ജസ്റ്റ് ഒന്ന് ആസ്വാദന ടിപ്പണി അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് 2 നിങ്ങൾക്ക് എടുത്ത് എഴുതി കൂടടാ. ഇതിനെതാ 1, 2, 3 മാർക്കേ ഉള്ളൂ അല്ലേ. എൻ്റെ മക്കൾ ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ബിസ്ക്കറ്റാണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, റിട്ടയർഡ് ബൂഢാ ക്യാ കർ രഹാ ഹൈ. എന്താണ് ആ റിട്ടയർഡ് ആയിട്ടുള്ള ആ വൃദ്ധൻ എന്താണ് ചെയ്യുന്നത്? അതും ഇതിൽ പറയുന്നത്. നോക്കിയേ, റിട്ടയർഡ് ബൂഢാ ഭർ ദോപഹരി സോ രഹാ ഹൈ എന്നാണ് അല്ലേ. എങ്ങനെയാണ്? ആംഖേൻ ഠാം അല്ലേ. കണ്ണുകൾ ഇങ്ങനെ നമ്മളെ കൈകൾ കൊണ്ട് കണ്ണ് മറച്ചിടുന്ന ആ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാണ് ആര്? നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള വൃദ്ധൻ. ഇതന്നെയല്ലടാ, അത് എടുത്ത് എഴുതിയാൽ പോരടാ. യെസ്, അങ്ങനെ എഴുതുകയാണെങ്കിൽ 2 മാർക്ക് കിട്ടി. അങ്ങനെ ഇത് ഈ കവിതയെ ആസ്പദമാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ ആൻസർ എൻ്റെ മക്കൾക്ക് മനസ്സിലായി. പിന്നെ എന്താണ് നോർമലായിട്ട് നമ്മൾ ചോദിക്കാവുന്നതാണ് കവിതാക്കി ആസ്വാദന ടിപ്പണി. എൻ്റെ മക്കൾക്കറിയാം
ആസ്വാദനം ടിപ്പണി എഴുതുന്ന ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഒരു 3 പാരഗ്രാഫായിട്ട് തിരിച്ചിട്ട് വേണം എഴുതാൻ. നോക്കിയേ, നമുക്കറിയാം ഏ പങ്ക്തിയാം ചന്ദ്രക ഇങ്ങനെ എഴുതുക, കവിതാക്കി ആസ്വാദനം ടിപ്പണിന്ന് ഹെഡിങ് എഴുതണം കേട്ടോ. പത്രക്കി ബെഞ്ച് കവിതാക്കി ആസ്വാദനം ടിപ്പണി. എത്ര മാർക്കിനാ? 6 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ മക്കളെ, മറക്കരുതേ. നോക്കിയേ, ഏ പങ്ക്തിയാം ചന്ദ്രകാന്ത് ദേവദാലജിക്ക് പത്രക്കി ബെഞ്ച് നാമ കവിതാക്കി ഹേ. ഇങ്ങനെ തന്നെ എഴുതണം. ഈ വരികൾ, ഈ തന്നിട്ടുള്ള വരികൾ ചന്ദ്രകാന്ത് ദേവദാലജിയുടെ പത്ര കി ബെഞ്ച് എന്ന് പറഞ്ഞുള്ള കവിതയിലെത്തിയാണ്. ഇൻ പങ്ക്തിയോ മേ കവിയൊക്കെ പാർക്ക് മേ പടി പത്ര കി ബെഞ്ച് കെ ചാർ ദൃശ്യ പ്രസ്തുത കർത്തെ. അതായത് ഈ വരികളിൽ കവി എന്താ ഈ പാർക്കിലിട്ടിരിക്കുന്ന കൽബെഞ്ചിൽ അല്ലെ, ആ കൽബെഞ്ചിനെ ആസ്പദമാക്കിയുള്ള ആ 4 ദൃശ്യങ്ങളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും എൻ്റെ മക്കൾക്ക് അറിയാം അല്ലേ. ഇനി അതിൻ്റെ എന്താണോ കവിതയുടെ ആശയമാണ് ഇവിടെ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതേണ്ട. കവിതാക്ക ആശയം എന്താണോ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ നോക്കിയേ. പഹലെ ദൃശ്യമേ एक रोता हुआ बच्चा पत्र की बेंच पर बैठकर बिस्कुट कुतरते चुप हो रहा है. അതായത് ഒന്നാമത്തെ ദൃശ്യത്തിൽ ആ കരയുന്ന കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ബിസ്ക്കറ്റ് കുറച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. രണ്ടാം ദൃശ്യത്തിൽ एक धक्का युवक बेंच पर बैठकर अपने कुचले हुए सपनों को सहला रहा है. എന്താണ്, ഒരു ക്ഷീണിതനായ ഒരു യുവാവ് വന്നിട്ട് തൻ്റെ ഒരു ചവിട്ടി മിതിക്കപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട സ്വപ്നങ്ങളൊക്കെ അവനിങ്ങനെ എന്താ താലോലിക്കുകയാണ്, മനസ്സിലിട്ടൊന്നും കൂടി ഓർക്കുകയാണത്. പിന്നെയോ തീസറേ ദൃശ്യമേ ക്രിട്ടേഡ് ബൂഢാ दोपहर के समय बेंच पर हाथों से आंखें टाप सो रहा है അല്ലേ, സോ रहा है ട്ടാ. എന്താണ്, റിട്ടയർഡ് ആയിട്ടുള്ള വൃദ്ധൻ ആ ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവനെ ആങ്കോംസെ കണ്ണുകൾ കൊണ്ട് അല്ലേ മറച്ചിട്ട് ഉറങ്ങാണ്. നാലാമത്തെ ദൃശ്യം എന്താണ്? പ്രേമി പ്രേമികയാണ്. ബെഞ്ച് പർ ബൈഠക്കർ ജിന്ദഗിക്ക് സപ്നെ ബുൻ രഹേ ഹേ അല്ലേ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ. അത് പ്രേമി പ്രേമികയാവാം അല്ലേ, ചാഹെ പതി പത്നി ഹോ, ഭാര്യ ഭർത്താക്കന്മാരാവാം, അല്ലെങ്കിൽ പ്രേമി പ്രേമിക എന്തായിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നത്? തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ലാസ്റ്റത്തെ പാരഗ്രാഫിൽ ഇത്രയേ ഉള്ളൂ. ആ ഒരു നിങ്ങൾ മുഴുവൻ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണോ നിങ്ങളടുത്ത് ഈ പങ്ക്തികൾ തന്നിട്ടുള്ളത്. നോക്കിയേ, കവിതാഞ്ച് പഠേ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, അതായത് കവിതയുടെ ആ ഒരു വരികളുടെ ആസ്വാദന ടിപ്പണി മാത്രം എഴുതിയാൽ മതി. നോക്കിയേ, ഇനി മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് എന്താണോ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ അപ്പന ദൃഷ്ടികോണം അല്ലെ, എന്താണോ കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാം. ഈ പ്രകാരം പത്രക്ക് ബെഞ്ച് പറയാം എന്തൊക്കെയാണ് നമ്മുടെ ആ കൽബെഞ്ചിലുള്ളത്? കണ്ണുനീര് അല്ലെ, ആസുല്യടാ, ദക്കാൻ ക്ഷീണല്യടാ, വിശ്രാമില്യടാ, പ്രേമിക്ക് സ്മൃതിയാം, പ്രേമത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ, ഇതൊക്കെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് പത്രക്ക് ബെഞ്ച് സാർവജനിക ജഗ് കാ പ്രതീക് ഹേ. ഒരു പബ്ലിക് പ്ലേസ് അല്ലടാ അല്ലേ, അതിൻ്റെ ഒരു പ്രതീകമാണ്, ഒരു സിമ്പിളാണടാ എന്ത് നമ്മുടെ കൽബെഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുക, ആസ്വാദന ടിപ്പണി എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ 6 മാർക്ക് സുഖമായിട്ട്, സിമ്പിളായിട്ട്, സരളമായിട്ട്, ലളിതമായിട്ട് എൻ്റെ മക്കൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടാ. ഇനി മെയിൻ എക്സാമിന് ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെയാണ്, ഈ ഒരു പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. അതിലെന്ത് മാറും? ചിലപ്പോൾ പത്രക്ക് ബെഞ്ചോ ആവില്ല തരിക, ചിലപ്പോൾ അത് എന്തായിരിക്കും, നമ്മുടെ മധുരതു ആയിരിക്കും, ചിലപ്പോൾ ചാന്തോർക്ക അവ ചോദിച്ചൂടായില്ല കേട്ടോ, കാരണം ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ആസ്വാദന ടിപ്പണി എന്നുള്ള രീതിയിൽ. പൊതുവേ നമ്മുടെ ഈ പത്രക്ക് ബെഞ്ച് അല്ലെങ്കിൽ മധുരതുവാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. എൻ്റെ മക്കൾ അതൊക്കെ നോക്കി പോവാം. ഓക്കെ, എല്ലാം എഴുതാനുള്ള ആ ഒരു സ്റ്റാൻഡിൽ, അതായത് ആ ഒരു ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചുകൊണ്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, 9 മുതൽ 11 വരെയുള്ള ഈ പ്രശ്നത്തിൽ എന്താ ധോക്യോത്തലേക്ക് 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഇനിയാണ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇതുവരെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് എന്താ, എല്ലാതും മസ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന സംഭവങ്ങളായിരുന്നു. ഇനിയുള്ളത് ചോയ്സാണ്. അപ്പോൾ നോക്കി 9 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏതെങ്കിലും എത്ര എഴുതിയാൽ മതി? 2 എണ്ണം എഴുതിയാൽ മതി. എൻ്റെ മക്കൾ എവിടെ ശ്രദ്ധിക്കുക, ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട് കണ്ട 2 × 2 4 മാർക്കിനാണ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ബാബുജി അസ്ലം നഹീ രഹാ. ബാബുജി സാർ അസ്ലം ഇനി ഇല്ല എന്ന് പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? ഇത്ര ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് സുഖമായിട്ട്. എന്താണ് ക്വസ്റ്റ്യൻ? കോൻ കഹത്താ ഹേ കിസസെ, ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്ന്. അപ്പോൾ ഇത് എൻ്റെ മക്കൾ
ഓർമ്മിച്ച് വെച്ചോളാം. ഏതെങ്കിലും ഇതന്നെ വരണമെന്നില്ല. നമ്മുടെ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, 14-15 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏതൊന്നും ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് എന്താ ഇങ്ങനെ ചോദിക്കാം, ആരെങ്കിലും പറഞ്ഞ കഥാപാത്രങ്ങൾ തമ്മിൽ പറഞ്ഞ് ഇത് കോൻ കഥാ ഹെ കിസ്സെ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അത് ഒരുപാട് പേർക്ക് അത് ഒരു കൺഫ്യൂഷൻ വന്നത് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ കോൻ കഥാ ഹെ ആരാണ് പറയുന്നത്, കിസ്സെ ആരോടാണ് പറയുന്നത്, ആരാണ് ഇവിടെ പറയുന്നത്, നയ റിക്ഷേ വാലല്ലേ, ആരോട്, യാത്രി അല്ലെങ്കിൽ ബാബുജി സേ കഥാ ഹെ. യാത്ര എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം, ബാബുജി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നേരക്ഷവാല ആ പുതിയ ഓട്ടോക്കാരൻ ആ യാത്രക്കാരനോടാണ് പറയുന്നത്. എന്താ പറയുന്നത്, ആ സാർ അസ്ലം ഇനി ഇല്ല അല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. 1 മാർക്ക് നമുക്ക്, അതാ പറഞ്ഞത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവും എന്ന് പറയുന്ന ഏറ്റവും വലിയ തെളിവാണ്. നോക്കിയേ, ബാബുജി അസ്ലം നഹി രഹാ കിസ്സെ, ആരോടാണ് എന്ന് പറയുന്നതിന് ആൻസറാണിത്, ബാബുജി. ബാബുജിനോട് അതേ മജിദ് നിങ്ങൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല അല്ലേ അത്. അപ്പോൾ ബാബുജി, ഇപ്പോൾ നേരക്ഷവാല ബാബുജീസ്. ഇനി നന്നായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഓരോന്നും വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതാണ് ചോദിച്ചിട്ടുള്ളത്, സിർക്കെ കപ്പടേക്കു ആകെ ഗെയിൻശ്രീനെ കഹാ എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്മുടെ ദുഃഖ കഹാനിയിലെ ഒരു എന്താ പറയുക ഒരു സെൻറ്റൻസ് ആണത്. എന്താണ് ക്വസ്റ്റ്യൻ, नीचे दिए शब्दों के समानार्थी शब्द वाक्य से चुनकर लेके. ഇതും ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻ വന്നു. ഇത് മക്കളെ കൺഫ്യൂഷൻ വരേണ്ട ഒരു ആവശ്യമില്ല. നോക്കിയേ, ഈ സെൻറ്റൻസിൽ നീച്ചെ ദിയ ശബ്ദോങ്കി, ഇപ്പോൾ വസ്ത്ര, ഔറത്ത്, നീച്ചെ താഴെ കൊടുത്തിരുന്ന എന്താ പറയുക വാക്കുകളാണ്. അതിൻ്റെ സമാനാർത്ഥി, സമാനാർത്ഥി തന്നെ ഒരേ അർത്ഥം തരുന്നത് കേട്ടാ. ആ അർത്ഥം ശബ്ദം എന്താ ഈ സെൻറ്റൻസിൽ നിന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ്. അത്രയില്ലടാ, 2 മാർക്കിന് ഇത്ര സിമ്പിളായിട്ട് എഴുതാം. സിർക്ക് ഇതിൻ്റെ വസ്ത്രം ഔറത്തിൻ്റെ സമാനാർത്ഥി ശബ്ദം ഈ ഒരു സെൻറ്റൻസിലുണ്ടോ എന്നാണ്. ഉണ്ടോടാ? ഉണ്ടടാ. നോക്കിയേ, വസ്ത്രത്തിന് എന്താടാ പറയുന്നത്, വസ്ത്രമാണ് കപ്പടേ. കണ്ട, കപ്പടേ എന്ന് പറയുന്നതാണ് വസ്ത്ര. അതേപോലെ ഔറത്തിനെന്താ, ആഖേഗീൻ സ്ത്രീനെ കഹ. ഔറത്ത് എന്ന് പറഞ്ഞ സ്ത്രീയാണടാ. കണ്ട, മനസ്സിലായല്ലോ. അപ്പോൾ വസ്ത്ര എന്ന് പറഞ്ഞാൽ കപ്പടേ എന്നാണെന്നും ഔരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണെന്നാണെന്നും സമാനാർത്ഥി ശബ്ദം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ മനസ്സിലായല്ലോ, ഈ കാര്യങ്ങളാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വസ്ത്രം ഔരത്തും സമാനാർത്ഥി ശബ്ദം എൻ്റെ മക്കളെ എപ്പോഴും ഇനി അടുത്ത എക്സാമിന് ചോദിക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്യരുത്. നോക്കിയേ, സമാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം, സമാനമായ അർത്ഥം. ഓക്കെ, ഇനി ചിലപ്പോൾ വിലോം ശബ്ദം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് നമ്മൾ പറഞ്ഞു 9 മുതൽ 11 വരെ ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സ്വർഗ കെ സമ്രാട്ട് കോ ജാക്കർ ഖബർ കർ ദേ रोज ये आकाश चढ़ते आ रहा है ये किसको खबर देनी है. ഓക്കെ മക്കളെ, അല്ലേ, ആരോടാണ്, ആത്മീ റോസ് കഹാം ചൊടുത്തെ ആ രഹേ ഹേ. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഏതിലത്തെയാണടാ, ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിച്ചത് ഏത് ക്വസ്റ്റ്യൻ ആണ്, ഏതിലെ ക്വസ്റ്റ്യൻ, ഇത് ചാന്തോർ കവിതയിൽ. കാരണം ആത്മീയും സ്വർഗക്കെ സമ്രാട്ടും അതൊക്കെ നമ്മുടെ ചാന്തോർ കവിയിലുള്ളതല്ലേ, നമ്മുടെ ദിനകർജിയുടെ. യെസ്, അതിൽ തന്നെയാണ്. എന്താണ് ക്വസ്റ്റ്യൻ, സ്വർഗക്കെ സമ്രാട്ട് കോ ജാകർ ഖബർ കർദേ. അതിൽ നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ നമ്മുടെ ആത്മീയെ, നമ്മുടെ കവിയെ കളിയാക്കുന്നുണ്ടല്ലേ. അപ്പം ലാസ്റ്റ് കവിക്ക് രാഗിണി പോലെ, കവിയുടെ രാഗിണി എന്താ പറഞ്ഞത്, ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പറയുന്നുണ്ട്, നീ പോയി പറ സ്വർഗക്കെ സമ്രാട്ട് കെ ജാക്കർ, നിന്നേക്കാൾ വലിയ നിന്റെ സ്വർഗത്തിലെ രാജാവിലെ ചക്രവർത്തിയില്ലേ, അവരോട് പോയി നീ അറിയിക്കുക. എന്താ, റോസ് ഈ ആകാശെടുത്ത് ആരാഹാ ഹേ, ദിവസേനതാ ഞങ്ങൾ ദിനം പ്രതി എന്ന് പറയുന്നു അല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ വളർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളിതാ ആകാശം എത്തി, അതായത് നമ്മൾ ആ ചന്ദ്രനിൽ എത്തി ഞങ്ങളത്. ഇപ്പം എന്നതാ ഞങ്ങളെ ഓരോ പടികളായി ഞങ്ങളിങ്ങനെ ചവിട്ടി ഞങ്ങളുടെ കുതിപ്പ്, ആ ഒരു മുന്നേറ്റം ഇതാ കാഴ്ചവെക്കുന്നു. ഇതാ നീ പോയി ആ സമ്രാട്ട്, ആ സ്വർഗത്തിലെ സമ്രാട്ടിന് പോയി നീ പറയൂ എന്നാണ്. അപ്പം ഇതിൽ എന്താണ്, കിസ്കോ ഖബർ ദേനി, ആരോടാണ്, അതാ സ്വർഗക്കെ സമ്രാട്ട് കോ ജാക്കർ ഖബർ കർ ദേ. അതിൽ തന്നെ ഉണ്ടടാ അത്, അതാ സ്വർഗക്കെ സമ്രാട്ട്. ആത്മീയ റോസ് കഹാം ചൊടുത്തെ ആ രഹാ ഹേ, അതിലും അതുണ്ട്. അതാ പറയുന്നത്, സ്വർഗക്കെ സമ്രാട്ട് കോ ഖബർ ദേനി ഹേ, സ്വർഗത്തിലെ സമ്രാട്ടിലോടാണ്. ആത്മീയ റോസ് ആകാശ് ചൊടുത്തെ ആ രഹയ എന്താണ്, ഈ മനുഷ്യൻ ദിനം പ്രതി എന്ന് പറയുന്നത് പോലെ ആകാശം ഇങ്ങനെ അതൊക്കെ കീഴടക്കി കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്
കേട്ടാ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആ ഒരു കുതിപ്പിനെ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതും എൻ്റെ മക്കൾക്ക് എഴുതി കൊടുക്കും. ഒന്നുമില്ലടാ, സെൻറ്റൻസിലൊക്കെ ഉണ്ട്, അത് നിങ്ങളൊന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി 2 മാർക്കിന് കേട്ടാ. ഇതിന് 2 മാർക്ക് കിട്ടി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 9 മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടഫാണ് തോന്നുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, വെറും 2 എഴുതിയാൽ മതി കേട്ടോ. മുഴുവൻ എഴുതി വെക്കേണ്ട, ടൈം ഉണ്ടെങ്കിൽ മുഴുവൻ എഴുതിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് എഴുതുന്ന അതിനാണ് മാർക്ക് കിട്ടുക കേട്ടോ. 3 കൂടി മാർക്ക് തരില്ല കേട്ടോ. ഇനി 12 മുതൽ 15 അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രശ്നത്തിൽ. ഇനി 3K ഈ 3 ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. 12, 13, 14, 15 എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 3 എത്രയാണ് അതിൽ മാർക്ക് എന്ന് പറയുന്നത് നോക്കിക്കേ. 3 × 4 12 മാർക്കാണ് കേട്ടോ. ഓരോന്നിനും 4 മാർക്ക് വെച്ചിട്ട് കേട്ടോ, 12 മാർക്കിനാണ്. എന്താണടാ നമ്മളെപ്പോഴും മിസ്സ് പറയാറാണ്, ലൈവിനെ കുറേ കാര്യങ്ങൾ ലൈവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ചരിത്ര ടിപ്പണി മസ്റ്റാണ്. ചരിത്ര ടിപ്പണി ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ശരി തന്നെയല്ലടാ. മോഡൽ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കുക, ആരുടെ ചരിത്ര ടിപ്പണിയാണടാ? നമ്മളെ ബീർബൽ സിംഗിൻ്റെ ആണടാ അല്ലേ. ഞാൻ പറഞ്ഞു ബീർബൽ സിംഗിൻ്റെ ഇബ്രാഹിം അലി മൈക്കു നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വരേണ്ട 3 കഥാപാത്രങ്ങൾ. ഏതിലെ? ജുലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചിത്ര മുതുകൽജിയുടെ നാട്യരൂപാന്തരല്ലേ അല്ലേ. അപ്പം അതിൽ ബീർബൽ സിംഗിൻ്റെ ചരിത്ര ടിപ്പണിയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. अब അദ്ദേഹത്തിന് मुझे हुक्म है कि जुलूस हमसे आगे न जाने पाए, अहिंसा के व्रतधारियों पर ठंडे बरसाना और बात है बिस्के हिंसक भीड़ के सामना करना और അപ്പോൾ ഈ ഒരു കഥൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അവർ പറയുന്നത് അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ആരെ സംബന്ധിക്കുന്നതാണ്? ബീർബൽ സിംഗിനെ സംബന്ധിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ ആജ്ഞ. എന്താണ്? ജുലൂസ് ഹാംസി ആഖി ഇന്ന ജാനേ പായേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ ആ ബീർബൽ സിംഗ് പറയണ ഇതാണ് എൻ്റെ ഓർഡർ. എന്താണ്? ജുലൂസ്, ഈ ഒരു ജുലൂസ് നിങ്ങളുടെ ജാഥ ഇവിടെ നിന്ന് മുന്നോട്ട് പോകില്ല. ആ ചക്ര നമ്മുടെ ബീർബൽ സിംഗ് അല്ലേ, അവിടെ ദാരോഗിയാണ് അല്ലെ, ഇൻസ്പെക്ടറാണ്, അത് പറയുന്നുണ്ട്. അതോ അഹിംസാക്കെ വ്രതധാരിയും पर डंडे बरसाना और बात है हिंसक भीड़ का सामना करना और അഹിംസ എന്ന് പറഞ്ഞുള്ള ആ വ്രതധാരികളെ നേരിടുക എന്ന് പറഞ്ഞ വേറൊരു കാര്യമാണ്. മാത്രമല്ല ഒരു ഹിംസക ഭീഡിനെ അവരെ സാമനാക്കാൻ അവരെ നേരിടുക എന്ന് പറഞ്ഞാലും അത് വേറെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ചുകൊണ്ട് ഒന്നും വേണ്ട. നിങ്ങൾ ബീർബൽ സിംഗിൻ്റെ ചരിത്ര ടിപ്പണി നിങ്ങൾ എഴുതിയാൽ മതി. എത്ര മാർക്കാണ്? 4 മാർക്കിന്. നമുക്കറിയാം നിങ്ങൾക്ക് ഈ പോയിന്റ്സും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അവരുടെ സ്വഭാവ സവിശേഷത പോയിന്റ്സ് ആക്കി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് ആക്കി എഴുതി വെച്ചോളൂ. എങ്ങനെ പോയിന്റ്സ് ആക്കി എഴുതണം? ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതാം, ബീർബൽ സിംഗ് ജുലൂസ് നാട്യരൂപാന്തർക്ക നാട്യം കേട്ടോ മക്കളെ, നാട്യരൂപാന്തർ का प्रमुख पात्र है. അതായത് നമ്മുടെ ബീർബൽ സിംഗ് ജുലൂസ് നാട്യരൂപാന്തറിലെ പ്രമുഖ പാത്രമാണ്. ഖൽനായക് ഹേ. എന്താണ് ഖൽനായക് എന്ന് പറയുന്നത്? വില്ലൻ കേട്ടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റത്തെ പാരഗ്രാഫായിട്ട് എഴുതണം. നിങ്ങൾ ഏത് കഥാപാത്രമാണ്? ജുലൂസ് നാട്യരൂപാന്തറിലെ പ്രമുഖ പാത്രമാണ്. ഇനി ചിത്ര മുതുകൽജിക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ബീർബൽ സിംഗ് ചിത്ര മുതുകൽജിക്ക് ജുലൂസ് നാട്യരൂപാന്തർ കാ മുഖ്യ പാത്ര ഹേ എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, അടുത്തത് ഓരോ പോയിന്റ് ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് നോക്കിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വേ അംഗ്രേസോ കാ ദാരോഗ ഹേ. ആ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇൻസ്പെക്ടറാണ്. ഉൻകെ ഇൻ കദറും സെ പതാ ചൽത്താ ഹേ കി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? വേ അംഗ്രേസോ കാ പിട്ടു ഹേ. ബ്രിട്ടീഷുകാരുടെ കാല് നക്കുന്നവനാണ് അല്ലേ. എന്താ ഒരു പറയാ, ഒരു അടിമ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വേ ഭാരതീയ ഹോത്തേ ഹുയേ ബി അംഗ്രേസോ കാ ദാസ് ഹേ ഔർ ദേശദ്രോഹി ഹേ. ഒരു ഭാരതീയനാണ്, എന്നിരുന്നാലും അവരെന്താണ്? അംഗ്രേസ് ബ്രിട്ടീഷുകാരുടെ ഒരു ദാസനാണ് അല്ലെങ്കിൽ ദേശദ്രോഹിയാണ്. ആര്? നമ്മുടെ ബീർബൽ സിംഗ്. വേ സ്വദേശിയോ കോ റോക്തേ ഹേ ഔർ ലാത്തി ചാർജ് കർത്തേ ഹേ. സ്വദേശികൾ എന്ത് ചെയ്യുന്നു? തടയുന്നു, ലാത്തി ചാർജും നടത്തുന്നു. ജല്ലാദാണ്, സ്വാർത്ഥിയാണ്, പദമോഹിയാണ്. രാക്ഷസനാണ്, സ്വാർത്ഥനാണ്, സെൽഫിഷ് മൈൻഡാണ്. പദമോഹി, സ്ഥാനം ആഗ്രഹിക്കുന്നവനുമാണ്. എഴുതിക്കൂടടാ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയ 4 മാർക്ക് കിട്ടുമടാ. ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒന്നും കുറയ്ക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു. ആകെ 3 മെയിനായിട്ട് ചോദിക്കുന്നത് മൈക്കു, അതേപോലെ നമ്മുടെ ബീർബൽ സിംഗ്, ഇബ്രാഹിം അലി. ഇത് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോവുക. ഞാൻ പറയാറുണ്ട്, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നിങ്ങളുടെ മെയിൻ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നും
എപ്പോഴും മിസ് പറയാറുണ്ട് ജീവൻ വൃത്തി എന്ന് പറയുന്നത്. കണ്ടില്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലേ? മിസ് പറയാത്ത എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് നിങ്ങളൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നതല്ലേ ആ ലൈവിലും കാര്യങ്ങളിലൊക്കെ അല്ലേ? ഒക്കെ പറഞ്ഞു തന്നല്ലേ? അത്രയും ചോദിച്ചിട്ടുള്ളടാ. ജീവൻ വൃത്ത് പടി और जयशंकर प्रसाद के बारे में एक अनुच्छेद तैयार करा. അതായത് ജീവൻ വൃത്ത് വായിക്കാൻ നമ്മുടെ നാമന്ത ജയശങ്കർ പ്രസാദ് ജി അവരുടെ ജനനം കൊടുത്തിട്ടുണ്ട്, പ്രമുഖ രചനകൾ കൊടുത്തിട്ടുണ്ട്, മരണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് എന്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്? അനുച്ഛേദം തയ്യാറാക്കാൻ, പാരഗ്രാഫ് റൈറ്റിംഗ് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഇങ്ങോട്ടെ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ. അത്രയല്ലടാ. ഫസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ ജയശങ്കർ പ്രസാദ് എന്ന് എഴുതണം. ജയശങ്കർ പ്രസാദ് ജി ഹിന്ദി ഭാഷ കെ ജാനെ മാനെ സാഹിത്യകാർ ഹേ. പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനാണ് ജയശങ്കർ പ്രസാദ് ജി. അവരുടെ ജന്മം എന്ന് പറയുന്നത് കണ്ടോ 30 ജനുവരി എപ്പോൾ 1889 എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണസിയിലാണ് എന്നും എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഉन्होंने अपने अमूल्य रचनाओं से हिंदी साहित्य को संपन्न किया. ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് കോമൺ ആണ് കേട്ടാ. എല്ലാവർക്കും എഴുതിക്കൂടെ? ഇനിയിപ്പോൾ കവി ആയിക്കോട്ടെ ലേഖകനായിക്കോട്ടെ എഴുതിക്കൂടെടാ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ എൻ്റെ മക്കൾ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ജീവൻ വൃത്തി ഞാൻ പറഞ്ഞു, ജീവൻ വൃത്തി ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അത് മസ്റ്റാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഉन्होंने अपने अमूल्य रचनाओं से അമൂല്യമായ രചനകളിലൂടെ ഹിന്ദി സാഹിത്യത്തെ സമ്പന്നമാക്കി തീർത്തു എന്നാണ് ഇതിനർത്ഥം. പിന്നെ ഝർന, ആസു, ലഹർ, കാമായിനി ആദ്യം എനിക്ക് അവരുടെ പ്രമുഖ രചനകളാണ്. എന്നാണോ മരണം സംഭവിച്ചത്? അതും ഇവിടെ കൊടുത്ത് നോക്കി. മൃത്യു 14 ജനുവരിയിൽ 1937 അദ്ദേഹം മരിച്ചു എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് സിമ്പിളായിട്ട് സുഖമായിട്ട് സരളമായിട്ട് ലളിതമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും സ്കിപ്പ് ചെയ്യരുതേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തൊരു ഈസിയാന്ന് പറയടാ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസി ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച കുറച്ച് എന്താ പറയുക കുറച്ച് കഴിഞ്ഞ എക്സാമിനും പോലെയല്ല, കുറച്ച് നല്ല പുതിയ പുതിയ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഏകദേശം നമ്മൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയേ, എൻ്റെ മകൾക്കറിയാം 4 മാർക്ക് സുഖമായിട്ട് കിട്ടണമെന്ന്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ തന്നെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങളിത് ചിന്തിച്ചില്ല മിസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. മോഡൽ എക്സാമിന് ഞങ്ങളിതൊന്നും ചിന്തിച്ചില്ലല്ലോ എന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ മടിയന്മാരായിട്ട് കുറേ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം ഇത് മോഡലല്ലേ, ഇനി പബ്ലിക്കല്ലേ മെയിൻ അല്ലേ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഈ ആൻസർ ഷീറ്റൊക്കെ ആരെങ്കിലും നോക്കൂ, അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വന്നില്ലേ അല്ലേ. എന്തിനാടാ മോഡല്? നിങ്ങൾ +1 ആണ് അല്ലേ, നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് പാറ്റേണും കാര്യങ്ങളും ഒന്നുമില്ല. പബ്ലിക്കാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. +1 പിടിക്കണ്ടേ? +1 മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യുക കേട്ടോ. ഇനി സഹി മിലാൻ കരേ എന്ന് പറഞ്ഞിട്ടാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ, 4 മാർക്കിനാണ്. सुंदर लिपि में लिखना, $20 देना, रेलगाड़ी से बीच फेंकना, आम की कुंडलियां बोना. ഏത് ചാപ്റ്ററത്തെയാണ് ഈ കാര്യങ്ങളൊക്കെ? യെസ്, ആനന്ദ് കി ഫുൾച്ചെടിയാം എന്ന് പറഞ്ഞിട്ടില്ല. ആരുടെടാ? ഞാൻ പറഞ്ഞു ആനന്ദ് കി ഫുൾച്ചെടിയാം, അനന്ത് ഗോപാൽ ചെവടേജിയുടെ നിബന്ധ്. ആനന്ദ് നിബന്ധ് അത് പഠിച്ചു വെച്ചോളാം. മൈൻഡിലില്ലേ? ഇപ്പോൾ ആനന്ദ് നിബന്ധ് അത്രയും കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഓരോ കോഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആനന്ദിക്ക് ഫുൾച്ചൊടിയാം എന്ന് പറഞ്ഞിട്ടുള്ള നിബന്ധിലെ ഈ സഹി മിലാൻ കരേൻ്റെ മക്കൾ അറിയാം. സുന്ദർ ലിപിമേ ലിഖൻ ആരാടാ? സുന്ദരമായ ഹാൻഡ് റൈറ്റിംഗ് കൂടെ എഴുതുന്ന ആരാണടാ? യെസ്, ബാങ്കിലെ ക്ലർക്ക് അല്ലേടാ അല്ലേ? അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. $20 തന്നെ ആരാണ് $20 കൊടുക്കുന്നത്? അതും എൻ്റെ മക്കൾക്കറിയാം. ആരാണ്? നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അമേരിക്കൻ പ്രസിഡന്റ്. ഈ റെയിൽ ഗാർഡിൽ നിന്നും ബീജ് ഫേങ്ന, ട്രെയിനിൽ നിന്ന് ബീജ് വിത്ത് വലിച്ചെറിയുന്ന ആരാണടാ? യെസ്, സംഭ്രാന്ത് മഹിളയാണ്. ലാസ്റ്റോ ആംകി കുണ്ടലിയാകുമ്പോന ആരടാ? മാങ്ങേണ്ടികളൊക്കെ നടുന്നത് ആരാണ്? വിതയ്ക്കുന്ന ആരാണടാ? ഭൂടാത്മി, ആ വൃദ്ധനായിട്ടുള്ള ആ ഒരു മനുഷ്യനാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്കൊക്കെ എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് സുഖമായി, സിമ്പിളായി, സരളമായി, ലളിതമായി എൻ്റെ മക്കൾ കിട്ടി അല്ലേ.
യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ദോഹയും മസ്യാണ്. ദോഹ പഠേ ഔർ ഭാവാർത്ഥ ലിഖേ. ദോഹ വായിച്ചു നോക്കുക, അതിൻ്റെ ഭാവാർത്ഥം നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെ ചോദിക്കണം എന്നില്ല. മെയിൻ എക്സാമിന് 5 ദോഹകളുണ്ട് കബീർദാസ്ജിയുടെ. അതിലെ ഫസ്റ്റ് ദോഹയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ബാക്കി 4 ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. ദോഹയില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല. ഇനി ബുറാ ജോ ദേഖ്കർ മെയിൻ ചലാ ബുറാന മിലിയാ കോയി. ജോതിൽ ഗോജോ ആപ്ന മുച്ചസാ ബുറാന കോയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദോഹയിൽ എന്താണ് അതിൻ്റെ ഭാവാർത്ഥം എഴുതാൻ വേണ്ടിയിട്ടാണ് 4 മാർക്കിന് കേട്ടോ. ഫസ്റ്റ് ഇതേപോലെ തന്നെ എഴുതുക. കബീർദാസ് ഹിന്ദി സാഹിത്യക്ക് നിർഗുണ ഭക്ത് കവി ഹേ. ഹിന്ദി സാഹിത്യത്തിലെ നിർഗുണ ഭക്ത് കവിയാണ് ആര്? നമ്മുടെ കബീർദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം സഫൽ സമാജ് സുധാരക് ദേ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഉൻകി കവിത ബീജ കി 3 ഭാഗ് ഹേ, സാക്കി സബദ് ഔർ രമേനി. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ബീജക് എന്ന് പറഞ്ഞിട്ടുള്ള കവിത, അതിലെ ആ ഒരു സംഗതിയും ഭാഗമുണ്ട്, 3 ഭാഗമാണ്. സാക്കി സബദ് രമേനി എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ എങ്ങനെ മിസ്സേ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എത്ര മാത്രം എഴുതിയാൽ ഹിന്ദി സാഹിത്യം നിർഗുൺ ഭക്ത് കവി ഹേ എന്ന് എഴുതിയാൽ മതി കേട്ടോ. വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി നിങ്ങൾക്ക് അഥവാ അയ്യോ ഇതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പാടാണ് മിസ്, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, ജസ്റ്റ് ഇത് എഴുതാൻ അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഓർമ്മിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ അറ്റൻഡ് ചെയ്ത് പോകട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദോഹയിൽ എന്താ? പ്രസ്തുത ദോഹമേ വേക്കത്തേക്ക്. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതാം. ഇതേപോലെ തന്നെ പ്രസ്തുത ദോഹയമേ, തന്നിരിക്കുന്ന ദോഹയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൂസറോക്ക് ബുറായ് ദേഖ്നെക്കിലേ മെയിൻ ചല. മറ്റുള്ളവരുടെ തെറ്റ് എവിടെയുണ്ടോ അത് കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. ലേക്കിൻ കൊയ് ബുറാ വ്യക്തി നഹീ മില. എന്നാൽ ഒരു ചീത്ത വ്യക്തിയെയും എനിക്ക് കണ്ടെത്താനേ സാധിച്ചില്ല. അന്തമേ മേനെ സ്വയം കോച്ച. അവസാനം ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി അല്ലേ. എന്താ മനസ്സിലായത്? തബ് മുझे പതാ ചലാ കി മേരി തര ബുരാ വ്യക്തി കോയി ദൂസറാ നഹീ ഹൈ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ എന്നേക്കാൾ വൃത്തികെട്ടവനായിട്ട് ഇവിടെ ഒരാളില്ല എന്നുള്ള കാര്യം അപ്പോഴെനിക്ക് മനസ്സിലായി. അപ്നെ കോ പഹചാനെ വാലാ സച്ചാ ജ്ഞാൻ ഹൈ. അതാണ് 3ാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. സ്വയം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി എന്നാണ് കേട്ടാ. അപ്പം ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മനസ്സിലായില്ലേ? ദോഹ എൻ്റെ മക്കൾ പഠിച്ചു വെച്ച് പോണേ. ദോഹ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗദ്യാൻശ് പഠേ ഔർ പ്രശ്ന. എന്താണ്? 16ഉം 17ൻ്റെയും ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 16 എഴുതണം, 17 എഴുതണം കേട്ടോ മക്കളെ. നോക്കിയേ, ഈ ചോട്ടി സി ഘടന ഹേ ലേക്കിൻ ഏക് സബക് സിഖാത്തി ഹേ. ആദ്യം തന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ പാരഗ്രാഫ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നിങ്ങളിത് കൈ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ പാരഗ്രാഫ് തന്നോ അവിടെ എന്തുണ്ടാവും? സംക്ഷേപണം ഉണ്ടാവും, ചുരുക്കി എഴുതാനുണ്ടാവും, പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും. അതായത് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് 3-1 സംഗ്രഹിക്കൽ, അതാണ് സംക്ഷേപണം എന്ന് പറഞ്ഞാൽ. എൻ്റെ മക്കൾക്കറിയാലോ, നമ്മളൊരുപാട് പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ മക്കൾ ഒന്ന് സ്കിപ്പ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നല്ല പോലെ ഈ ഒരു പാരഗ്രാഫ് വായിക്കാം. കൂൾ ഓഫ് ടൈം ഉണ്ടാവും 15 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ആദ്യം പാരഗ്രാഫ് വേഗം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പാരഗ്രാഫ് നോക്കുക. അവിടെ നന്നായിട്ട് വായിക്കുക. ഓ ഇത് ഈ ചാപ്റ്ററത്തെയാണല്ലേ എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് ഏത് ചാപ്റ്ററത്തെയാണ് മക്കളെ? छोटी सी घटना है एक लेकिन एक सबक सिखाती है बात तो सच थी कि टिकट बाबू का काम बहुत बढ़ गया. നമ്മൾ ആനന്ദയ്ക്ക് പുൽച്ചടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിബന്ധയിലേതാണ്. നമ്മുടെ ടിക്കറ്റ് ബാബു ലേഖകനും തമ്മിലുള്ള അറിയില്ലേ? യെസ്, ആ ക്വസ്റ്റ്യൻ ആണെന്നുള്ള എൻ്റെ മക്കൾക്ക് അറിയാലോ. യെസ്, ഈ ഒരു പാരഗ്രാഫിന് ആസ്പദമായിട്ടുള്ള ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ നോക്കിയേ. ടിക്കറ്റ് ബാബുക്കോ നെയ്യ് താക്കത്ത് കേസി മിൽ. എങ്ങനെയാണ് ആ ടിക്കറ്റ് ബാബു ആ ടിക്കറ്റ് കൊടുക്കുന്ന ആ സാർക്കൊരു പുതിയൊരു എനർജി കിട്ടിയത്? അല്ല എങ്ങനെയാണ്? അത് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ 2 മാർക്കിന്. ഇതിൽ തന്നെ ഇടാതെ എൻ്റെ മക്കൾ മനസ്സിൽ നോക്കി എവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനൊരു താക്കത്ത് കിട്ടിയെന്ന് പറയും. സഹാനുഭൂതി ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട്
ആ അവിടെ ഒരു താക്കത്തുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ താക്കത്തുണ്ട്. അപ്പോൾ അത് ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാലോ. സഹാനുഭൂതിക്ക് ഉൻ ദോടേസെ ശബ്ദോന്യൂസേന ഈ താക്കത്തി. സഹാനുഭൂതിയുടെ, അപ്പം എന്ത് സഹാനുഭൂതിയാ, അങ്ങനെ നിങ്ങൾ എഴുതാം. അദ്ദേഹം ഒരു സഹാനുഭൂതി കാണിച്ചല്ലോ നമ്മുടെ ലേഖകൻ സഹാനുഭൂതി ദർശായിത്തോ ഉൻകെ ദോടേസെ ഓ ശബ്ദോന്യൂസേന ഈ താക്കത്തി. അത് എഴുതിയാൽ മതി കേട്ടാ. ആദ്യം നിങ്ങൾ അത് നോക്കുക, അതുമായി ബന്ധപ്പെട്ട വരികൾ എവിടങ്ങളുണ്ടോ, എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുക, നിങ്ങൾ എഴുതി വയ്ക്കുക. 2 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അവിടെ സംക്ഷേപണം മസ്റ്റാണ്, പാരഗ്രാഫ് ആണെങ്കിൽ അവിടെ സംക്ഷേപണം മസ്റ്റാണ്. സംക്ഷേപം എഴുതാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഹെഡിങ് കൊടുക്കുക കേട്ടാ. സഹാനുഭൂതി കാസർ, സഹാനുഭൂതിയുടെ ആ ഒരു അടയാളം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. युद्ध के कारण टिकट बाबू का काम कठिन हो गया. ताने कसे वालों के प्रति उसका हृदय कठोर हो गया. लेकिन मेरे सहानुभूति के शब्दों ने उसे नहीं ताकत दी और उसने जल्दी टिकट देना शुरू किया. ഇത്രയല്ലേ ഇതിൽ പറയുന്നുള്ളൂ. എന്താണ് യുദ്ധം കാരണം ടിക്കറ്റ് ബാബുയുടെ ജോലി എന്ന് പറയുന്നത് കഠിനമായി തീർന്നു. താനേ കസവല്ല, ഇങ്ങനെ ഈ ബഹളം കൂട്ടുന്നവരോട് അല്ലെങ്കിൽ ഇങ്ങനെ പിറുവിറുക്കുന്നവരോട് ഇങ്ങനെ തല്ലുകൂടുന്ന ആ ഒരു ജനങ്ങളോട് എന്താ അവരുടെ ഹൃദയം എന്താ ഒരു വളരെ കഠിനമായി തീർന്നു ഈ ടിക്കറ്റ് കൊടുക്കുന്ന ആളുടെ. എന്നാൽ ഞാൻ മേരെ സഹാനുഭൂതിക്ക് ശബ്ദവും, എൻ്റെ സഹാനുഭൂതിയുടെ വാക്കുകൾ അവർക്കൊരു പുതിയൊരു എനർജി, ഒരു പുതിയൊരു ശക്തി കിട്ടി. ഉസ്നെ ജൽദി ടിക്കറ്റ് ദേനാ ശുരു കിയ, അവർ സ്പീഡിൽ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയെന്നാണ്. അത്രയല്ലേ പറയുന്നുള്ളൂ. യെസ്. അപ്പം നന്നായിട്ട് വായിക്കുക. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ആദ്യം നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അത് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. ഓക്കെ, അങ്ങനെയാണ് സംക്ഷേപം എഴുതേണ്ടത്. അത് വയ്ക്കുക. വാ, ഈ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് ബാബു കാ കാം ബഹുത് ബഡ്ക, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇതാണ് ഫസ്റ്റത്തെ എഴുതേണ്ടത്. നിങ്ങൾ ഇതൊക്കെ കാരണം ഒക്കെ മേജനുണ്ട്, അതൊന്നും എഴുതണ്ട, സ്കിപ്പ് ചെയ്യുക. എക്സാമ്പിൾ അല്ലെങ്കിൽ റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. കണ്ട. പിന്നെ അടുത്താണ് ജിനോനെ താനേ കസേ ഉൻകെ ഗിലാഫ് ഉസ്കാ ദിൽ കടാ ഹോ ഗയാ. കണ്ട, 2ാമത്താണ്. പിന്നെ ഇത്രയുള്ളൂ. മേനെ സഹാനുഭൂതിക്ക് ദർശിത്തോ ഉന്തോടെ ശബ്ദനോ ഉസേ നഹീ താക്കത്തി. ഇല്ലടാ, സിമ്പിളാണടാ അല്ലേ. അപ്പം നിങ്ങളിത് പഠിച്ചു വെച്ച് പോവാ കേട്ടാ. ഇനി ആനന്ദിക്ക് ഫുൾ സ്റ്റഡി ചെയ്യുന്ന മറ്റേ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതാവും ചോദിക്കുക. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 18 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ വെറും 3 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി എന്നാണ്. ആദ്യം എൻ്റെ മക്കൾ അത് നോക്കുക. അത് സൂചന എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളും മാർക്ക് നോക്കിയിട്ട് വേണം എൻ്റെ മക്കൾ അറ്റൻഡ് ചെയ്യാൻ. ഇതൊക്കെ ഏത് സമയം നിങ്ങൾ ചെയ്യേണ്ടത്? 15 മിനിറ്റ് നിങ്ങൾ കൂൾ ഓഫ് ടൈം ഇല്ലേ? അപ്പം നിങ്ങൾ ആദ്യം തന്നെ പേപ്പർ കിട്ടിയാൽ ഏതാണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഏതാണ് ഈസി എന്നുള്ളതും അതൊന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആവും. ഓക്കെ, അപ്പോൾ അതാണ് 18 മുതൽ 21 വരെയുള്ളതിൽ എന്താണ് ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 6 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. 3 × 6 18. ओके 18ामता मान ले आपके स्कूल में एनएसएस यूनिट द्वारा स्कूली बच्चों के लिए एक मेडिकल कैंप का आयोजन हो रहा है. इसके लिए कुछ പോസ്റ്റർ തയ്യാർ കരേ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈവിന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്ററും വിജ്ഞാപനം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതേപോലെ ഇതാ വന്നിരിക്കുന്നു. സെയിം അല്ലേ? മിസ് പറഞ്ഞ അതന്നെയല്ല വന്നിട്ടുള്ളത്. യെസ്, പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. എന്താണ് മെഡിക്കൽ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താ സ്കൂൾ NSS യൂണിറ്റ് നടത്തുന്നു. എന്താണ്? സ്കൂളിൽ ബച്ചോങ്കിലേക്ക് മെഡിക്കൽ, സ്കൂളിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ്. ഇതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെറും മാതൃക മിസ് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. വെറൊരു എക്സാമ്പിൾ മാത്രമായിട്ട് കേട്ടോ. നോക്കിയേ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ആദ്യം മനോഹരാക്കണ്ടേ നമ്മുടെ പോസ്റ്റർ അല്ലേ? നോക്കിയേ, NSS യൂണിറ്റ് നേതൃത്വമേയും NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സ്കൂളിൽ നിന്നിട്ട് ബ്രാക്കറ്റിൽ സ്കൂളത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് മെൻഷൻ ചെയ്യണം. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടാകുമ്പോൾ എല്ലാവരും കടന്നു വരില്ല. അപ്പം നിങ്ങൾ മെൻഷൻ ചെയ്യണം സ്കൂളത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളതും സ്ഥാനം എവിടെയാണ്? സ്ഥാന താരിഖ് സമയം, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ഇതാണ് ഇതിലെ മെയിൻ സൂചിപ്പിക്കണ്ടേ.
സ്ഥാനം താരീഖും അതേപോലെ സമയം സൂചിപ്പിക്കണ്ടേ? ഇതൊക്കെ കണ്ടിട്ടല്ലേ വരാൻ പറ്റുക. അതൊന്നും കൊടുത്തില്ലെങ്കിൽ ഇതിപ്പോൾ എന്തിൻ്റെ പോസ്റ്ററാണ്? എന്തിൻ്റെ പോസ്റ്ററാണ് മനസ്സിലാവും? നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ. ഇതിപ്പോൾ എന്നാണ്, ഏത് സമയത്താണ്, എവിടെ വെച്ചിട്ടാണ്, ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, താരീഖ് സമയമൊക്കെ കൊടുക്കണ്ടേ? യെസ്, അതവിടെ കൊടുക്കുക. എന്നിട്ട് ആരാണ് ഉദ്ഘാടനം? ജില്ലാധികാരിയാണ് ഉദ്ഘാടനം, ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം. അതും കൊടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി വിശേഷം എന്താണ്? വിശേഷം ഡോക്ടറോക്ക് സേവായും പൂർണ്ണത നിശുൽക്ക്, അതായത് ഡോക്ടറുടെ സേവനം അവിടെ ലഭ്യമാണ് എന്നുള്ളത് കേട്ടോ. ഇനി സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എൻ്റെ മക്കൾക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. പോസ്റ്ററിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങളെ കാര്യം മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അത് വലുതായിട്ട് ഹെഡിങ് ഇട്ട് എഴുതുക. ആരുടെ നേതൃത്വത്തിലാണ് കണ്ടത്? NSS യൂണിറ്റിക്ക് നേതൃത്വത്തിൽ ഉദ്ഘാടകൻ. അത് ഒരു പെട്ടിയിലോ എന്തെങ്കിലും നല്ല കളർഫുള്ളാക്കി മാറ്റുക. സ്ഥാനം താരീഖും സമയവും കാര്യങ്ങളുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തത്, അതും ഞാൻ പറഞ്ഞു, അംഗ്രേസി സംവാദ് കാ ഹിന്ദി മീ അനുവാദ് കരേ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോക്കിയേ, 18 മുതൽ 21 വരെയുള്ളതിൽ നമ്മൾ ഏതെങ്കിലും 3 മതിയിലെ ഒന്ന് നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാം. ചിലർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസ്ലേഷൻ എന്നത് കുറച്ച് ടഫായി തോന്നാം. കാരണം ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദി ചിലപ്പോൾ കിട്ടണമെന്നില്ല. ടഫ് വേർഡ്സിന് കാര്യങ്ങൾ കുറച്ച് മീനിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതല്ലാണ്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ കുട്ടികൾക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ചിലരെന്താ നല്ല ബ്രില്യൻ്റ് ആയിരിക്കും ഈ ഒരു ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. അതാണ് ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം മീനി എന്താ പറയുന്നത്? ഹായ് വിന, ഹൗ ഈസ് യുവർ സ്റ്റഡീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെന്താ, ഹായ് വിന തുമാരി പഠായി കേസി ചൽ റഹി ഹേ, നിന്റെ പഠനമൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ വീണ എന്ത് പറയും? ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ്. ഓക്കെ, എന്നാ ഈ അച്ഛി തര ചൽ റഹി ഹേ, നന്നായി തന്നെ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നൈസ് ടു ഹിയർ. എന്താണ്? ऐसा सुनकर अच्छा लगा हुआ. അത് കേട്ടിട്ട് എനിക്ക് വളരെ നന്നായി തോന്നി. ബട്ട് മാത്സ് ഈസ് ഡിഫിക്കൽട്ട്, ക്യാൻ യു ഹെൽപ്പ് മീ? മാത്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്, നീ എന്നെ സഹായിക്കാമോ? ലേക്കിൻ ഗണിത് കഠിൻ ഹേ അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സിന് എന്താ പറയുക? ഗണിത് എന്നാണ്. ഡിഫിക്കൽട്ടിന് മുഷ്കിൽ എന്നാണ് അല്ലേ. ഗണിത് കഠിൻ ഹേ അല്ലെങ്കിൽ ഗണിത് മുഷ്കിൽ ഹേ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ക്യാ ആപ് മേരി മദദ് കർ സക്തി ഹേ? നീ എന്നെ സഹായിക്കാൻ സാധിക്കുമോ? നിന്നെ അതാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം ഇനിയെന്താ? ഷുവർ ഐ വിൽ കം ടു ഹൗ. എന്താ പറയുന്നത്? ജറൂർ ഗറാവോ. തീർച്ചയായും നീ എൻ്റെ വീട്ടിലേക്ക് വാ. താങ്ക് യു സോ മച്ച്. എന്താ? ആപ്ക ബഹുത് ബഹുത് ധന്യവാദ്. താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നതാണ് ബഹുത് ബഹുത് ധന്യവാദ്. ഒരുപാട് നന്ദി നമ്മൾ പറയില്ല. ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മാറി മാറി വരും. ആ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ ക്യാ, കഹ, അല്ലെ, കേസെ എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ ഹിന്ദി അങ്ങ് നിങ്ങൾ എൻ്റെ മക്കൾ നോക്കി വെച്ച് പോവുക. അധികം ഇതിൽ വരാറ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വേർഡ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇത് അറ്റൻഡ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ പക്ഷേ എന്താണ്, അത് ചോയ്സാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 20ാമത്തെ ക്വസ്റ്റ്യൻ. അപരാധ് കഹാനി കാ ബഡാ ഭായ് ഗഡ്ബൽ കെ ഗേൽ കെ ബാഗ് ഹുയി ഘടന പർ ദുഃഖിത. അതായത് അപരാധ് കഹാനിയിലെ ബഡാ ഭായ്, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇനി നോക്കി ആരുടെ ഡയറിയാണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ നോക്കും. നോക്കി, ബഡാ ബായി ആദ്യം നിങ്ങൾ വട്ടിട്ട് വയ്ക്കുക. ഗഡ്ബൽ കെ ഗേൽ കെ ബാഗ് ഹുയി ഘടന പർ ദുഃഖിത. ആ ഗഡ്ബൽ ആ ഒരു കളിയുടെ ശേഷമുണ്ടായ ഒരു സംഭവത്തിൽ വളരെ ദുഃഖിതനായിരുന്നു. നമ്മുടെ അപരാധ് കഹാനി ആരുടെയാണ്? ഉദയപ്രകാശിന്റെ അപരാധ് കഹാനിയിലെ ആ ഒരു ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മുടെ ബഡാബായും ചോട്ടാബായും ഒക്കെ. യെസ്, വ അപ്പനി ടഹരി മിലിയ യേ ലിഖ്താ ഹൈ വ ഡയറി തയ്യാർ കരി എന്നാണ്. അദ്ദേഹം ഇത് ഡയറിയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഡയറി നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം? ചോട്ടെ ഭായ് കാ ജൂട്ട് ബോൽന. തൻ്റെ സഹോദരൻ എന്താ കള്ളം പറഞ്ഞതും, പിതാജിസെ മാർഗാൻ അച്ഛനിൽ നിന്ന് അടി കിട്ടിയതും, ചോട്ടെ ഭായിക്ക് ഒരു പ്രതീക്ഷാസെ ദേക്കുന്ന, ചോട്ടെ ഭായിയുടെ എന്നൊരു ആ പ്രതീക്ഷയിൽ ആ നോക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിക്കണമെന്നാണ്. എൻ്റെ മക്കൾക്ക് അറിയാം, ഡയറി എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ ഡയറി ചോദിക്കാം, പത്രം ചോദിക്കാം. ഇനിയിപ്പോൾ പത്രം ആയിക്കോട്ടെ ഡയറി ആയിക്കോട്ടെ, ഫോർമാറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടായാൽ മതി. നോക്കിയേ, കണ്ട അങ്ങനെ വരയ്ക്കുക, ബോക്സ് വരയ്ക്കുക, താരീഖും ദിവസം സമയം സൂചിപ്പിക്കണം നിങ്ങൾ. ഡയറി അല്ലേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. IMP.
ഇനി ആ ദുഃഖദിന്ത ഇന്ന് വളരെ ദുഃഖം നിറഞ്ഞൊരു ദിവസമായിരുന്നു. മേനെ കുച്ച് ഭീ ഗലത് നഹീ കിയ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫിർ ഭീ സസാ മിലി, എന്നിട്ടും എനിക്ക് ശിക്ഷ കിട്ടി. പിതാജീനെ മുझे മാരാ, എൻ്റെ അച്ഛൻ എന്നെ അടിച്ചു. छोटे भाई ने माँ को झूठ बताया कि मैंने ഘട്ബൽ से उसे मारा है എന്ന് പറയുന്നതിൻ്റെ ചെറിയ സഹോദരനാണ് അമ്മയോട് കള്ളം പറഞ്ഞത്, ഞാനാണ് അവനെ ഘട്ബൽ കൊണ്ട് അടിച്ചു എന്നുള്ളത്. വാസ്തവമേ ഘട്ബൽ ചട്ടാൻ സെ ടക്രാക്കർ ഉസ്കെ മാഥെ പർ ലഗാ താ, വാസ്തവത്തിൽ ആ ഘട്ബൽ ആ പാറയിൽ തട്ടി അവൻ്റെ നെറ്റിയിൽ വന്ന് കൊള്ളുമായിരുന്നു. ഉസ്കാ മാഥ ഫൂട്ട് ഗയ, അവൻ്റെ നെറ്റി പൊട്ടിപ്പോയി. पिताजी मुझे मारते समय सच बताने की उम्मीद से मैंने उसकी ओर देखा, പിതാജിനോട് നീ ഒന്ന് സത്യം പറയ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി അവനെ ഞാൻ നോക്കി അല്ലേ. ലേക്കിൻ ഉസ്നെ കുച്ച് നഹീ കഹാ, എന്നാൽ അവനൊന്നും പറഞ്ഞില്ല. ഖേൽ കെ ദൗറാൻ മേ ഉസ് പർ ധ്യാൻ ന ദേ സകാ, ഒരു കളിയുടെ കളിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. ഷായത് ഒരു പക്ഷേ ഉസ്ക ബദ്ല ഹൈ, ഒരു പക്ഷെ ഇതായിരിക്കും അവന് പ്രതികാരം ചെയ്തതായിരിക്കും. മേം ബഹു ദുഃഖി ഹും, ഞാൻ വളരെ ദുഃഖിതനാണ്. ലേക്കിൻ ബായ് സെ കോയി ഗുസ്സ നഹീ ഹൈ, എനിക്ക് ബായിയോട് ദേഷ്യമൊന്നുമില്ല. ചോട്ട, അവൻ ചെറുതല്ലേ. മേ ഉസ്കാ സംരക്ഷകവും, ഞാൻ അവൻ്റെ സംരക്ഷകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലേ, എത്ര സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. നിങ്ങൾ പ്രതീക്ഷിക്കുക ഒരു ബടാബായൊക്കെ ഡയറി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടാ, ആ ഒരു ഡയറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഈ ബടാബായി തൻ്റെ മിത്രന് കത്തെഴുതുന്നു ഈ സംഭവത്തിന് ശേഷം എന്നുള്ളത്. ഒന്നുമില്ല, ഈ മാറ്ററൊക്കെ ഇത് തന്നെയാണ് കേട്ടാ. ആ പത്രൻ്റെ ഫോർമാറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ കേട്ടാ. ഇതൊക്കെ കോമൺ ആണ് മക്കളെ. ആ ദുഃഖദിന്ത എന്നുള്ളത് വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഡയറിയിലൊക്കെ സൂചിപ്പിക്കാം. മേം ബഹു ദുഃഖി ഹും എന്നുള്ള സാധനമൊക്കെ കോമൺ ആണ് കേട്ടാ. മനസ്സിലായില്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 20 डॉलर गरीब विद्यार्थी से दूसरे ज़रूरतमंद വിദ്യാർത്ഥിക്ക് ഹാത്ത് പहुंचता. ഇതും കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നു. ഇതൊക്കെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ബഡാബായിൻ്റെ ഡയറി എന്ന് പറയുന്നതും ഇതൊക്കെ പുതിയതാണ്. ഇത് ആദ്യമായിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 20 डॉलर गरीब विद्यार्थी से दूसरे ज़रूरतमंद വിദ്യാർത്ഥിക്ക് ഹാത്ത് പहुंचता है. ആ $20 പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും മറ്റുള്ള ഒരു ആവശ്യക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ കൈകളിൽ എത്തുന്നു. ബദേത്തെ സമയം, അത് കൊടുക്കുന്ന സമയം ദോനോക്കെ ബീച്ച് കി ബാത്ചീത്തിലേക്ക്, രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഗരീബ് വിദ്യാർത്ഥിനോട് നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ടല്ലോ, നീ ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, നിന്റെ അടുത്ത് ഇതേപോലെ ആവശ്യക്കാർ വരികയാണെങ്കിൽ നീ ഇത് അവർക്ക് കൊടുത്തോ. അതേപോലെ ആവശ്യക്കാർ ഈ കുട്ടിയുടെ അടുത്ത് വന്നു. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എഴുതാം. എന്തൊക്കെ സൂചിപ്പിക്കണം? ജറൂരത്മന്ത് വിദ്യാർത്ഥി ദ്വാര സഹായത മാംഗന, ആ ഒരു സഹായം ചോദിച്ചു വരുന്നത് ആവശ്യക്കാരനായ വിദ്യാർത്ഥി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കി ബാത് കഹന, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആ കാര്യം പറയുന്നത്. അഗ്ലേ ജറൂരത്മന്ദക്കോ ദേനേക്കോ നിർദ്ദേശം, അവനോട് പറയുന്നത് നിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നിന്റെ ആവശ്യക്കാർ നിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നീ ഇത് കൊടുക്കണമെന്ന് അവനോട് പറയുന്നത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. ഇങ്ങനെ കൊടുത്തു വിട്ടടാ. ഗരീബ് വിദ്യാർത്ഥി പറയാണ്, ആവോ ക്യാ ബാത് ഹേ, വാ എന്താണ് കാര്യം. അപ്പോൾ ആ ജറൂരത്മന്ത് വിദ്യാർത്ഥിയാണ് നിൻ്റെ അടുത്ത് ചോദിച്ചു വരുന്ന വിദ്യാർത്ഥി കേട്ടാ. മുझे पढ़ाई के लिए पैसे की ज़रूरत है, എനിക്ക് പഠനാവശ്യാർത്ഥം എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഗരീബ് വിദ്യാർത്ഥി പറയാണ്, അതാണ് ഗരീബ് വിദ്യാർത്ഥി, അത് ഷോർട്ടാക്കിയതാ കേട്ടോ മക്കളെ. കിത്തനെ പൈസയ്ക്ക് ജറൂരത്ത് ഹേ, എത്ര പൈസ നിനക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ ജറൂരത്ത് വിദ്യാർത്ഥി പറയുന്നത്, ജോ ബി മദത് ആപ് കർ സക്തേ ഹേ, എന്താണോ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാവുന്നത് അത്ര ആവശ്യമുണ്ട് എനിക്ക്. അപ്പോൾ എന്താ പറയുന്നത് ഗരീബ് വിദ്യാർത്ഥി, ജറൂരത്മന്ദോ കോ ദേനെ കെ ലിയെ മേരെ പാസ് $20 ഹേ, സാലോം പഹലെ ഫ്രാങ്ക്ലിൻ ജി നെ ദിയാ ഥാ. ഈ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ $20 ഉണ്ട്, അതെന്നോട് ഫ്രാങ്ക്ലിൻ ജി എന്നോട് കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ജറൂരത്മന്ത് വിദ്യാർത്ഥിക്ക് ഒരു കൺഫ്യൂഷനായല്ലേ. ചിനോനെ ആപ്കോ യേ ക്യോं ദിയാ, അവർ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തന്നത്. അപ്പോൾ തുമാരി തര മേം ഭി എക് ബാർ മദത് കെ ലിയെ ഉൻകെ പാസ് കഹാ ഥാ. എന്ന ഗരീബ് വിദ്യാർത്ഥി പറയുന്നത്, നിന്നെപ്പോലെ ഞാനും അവരുടെ അടുത്ത് പഠനാവശ്യാർത്ഥം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജറൂരത്മന്ത് വിദ്യാർത്ഥി എന്താ പറയുന്നത്, ക്യാ പഠായി കെ ബാദ് ഉൻസെ മിലേ ഥേ,
ആ ഇതിന് ശേഷം നിങ്ങൾ പഠനം കഴിഞ്ഞ ശേഷം നിങ്ങൾ അവരെ കണ്ടുമുട്ടിയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗരീബ് വിദ്യാർത്ഥി എന്താ പറയുന്നത്, പഠായി കെ ബാദ് 20 ഓർഡർ ലൗട്ടാനെ കെ ലിയെ ഉൻകെ പാസ് ഗയാ ഥാ. എൻ്റെ പഠനത്തിന് ശേഷം $20 കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയിരുന്നു. ഉനോനെ ക്യാ കഹ. അപ്പം എന്താ സർവോത്തമ വിദ്യാർത്ഥി എന്താ ചോദിക്കുന്നത്, അവരെന്താ പറഞ്ഞപ്പോൾ? അപ്പോൾ ഗരീബ് വിദ്യാർത്ഥി പറയണം, ഉനോനെ കഹാ കീ ഇസെ അപ്നെ പാസ് രഖ്നാ ഓർ അഗലെ ജറൂരത്മന്ദ് കോ ദേ ദേനാ. നീ ഇത് നിന്റെ കയ്യിൽ വെച്ചോ, ആവശ്യക്കാർ വരികയാണെങ്കിൽ നീ കൊടുത്തോ എന്ന് പറഞ്ഞു. സർവോത്തമ വിദ്യാർത്ഥി എന്താ പറയുന്നത്, ഈ ബഹുത് അച്ചി ബാത് ഹോ, ഇത് എത്ര വളരെ നല്ല കാര്യമാണെന്ന് പറയാണ്. ഗരീബ് വിദ്യാർത്ഥി എന്താ പറയുന്നത്, അഗലാ ജറൂരത്മന്ദ് തും ഹി ഹോ. ചിലപ്പോൾ അടുത്ത ആവശ്യക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ നീ ആവും അല്ലേ, ജറൂരത്മന്ദ്. ഭവിഷ്യമേ തുമ്പിയെ സഹി കർണ. ഭാവിയിൽ നീയും ഇതേപോലെ ചെയ്യണം കേട്ടോ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ജറൂരത്മന്ദ് വിദ്യാർത്ഥി എന്താ പറയുന്നത്, ജറൂർ, തീർച്ചയായും, ധന്യവാദ്, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത്രയുള്ളട. അപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? യെസ്, ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് മക്കളെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ ആദ്യം തന്നെ നോക്കുക. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളൂ അല്ലേ. നോക്കിയേ, 22 മുതൽ 25 വരെ ക്വസ്റ്റ്യൻസിൽ കിനി 3 കെ ഉത്തർ ലിഖിയേ. ഏതെങ്കിലും 3 ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 22, 23, 24, 25, അങ്ങനെ 4 ഉണ്ട്. അതിൽ 3 എഴുതിയാൽ മതി. ഓരോന്നിനും 8 മാർക്ക് വെച്ചിട്ട് എത്ര മാർക്ക് ഉണ്ടാവും? എത്ര മക്കളെ? 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യരുതട്ടെ എൻ്റെ മക്കൾ. യെസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആടാ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യരുത്, സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആടാ. നമ്മുടെ വിജ്ഞാപൻ, പരസ്യമാണ്. ആദ്യം ഇത് നിങ്ങൾ മനസ്സിലാക്കുക, വിജ്ഞാപൻ മസ്റ്റാ. അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. ആദ്യം നിങ്ങൾ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ നോക്കുക, ആദ്യം ഫസ്റ്റ് വിജ്ഞാപനം ഉണ്ടോ എന്ന് നോക്കുക. വിജ്ഞാപനം ഉണ്ടാവും. അപ്പോൾ എന്തിൻ്റെ വിജ്ഞാപനം നോക്കിയിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് വയ്ക്കും. എന്തിൻ്റെ വിജ്ഞാപനമാണ്? യെസ്, മൊബൈൽ ഫോണിൻ്റെയാണ്. ആ പുതിയ മൊബൈൽ ഫോൺ എത്തി. അതിൻ്റെ വിശേഷതകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ലംബേ സമയം, ഒരുപാട് സമയമുള്ള ചലനെ വാലി ബാറ്ററിയും, ക്രിസ്റ്റൽ സ്പർശ പ്രദർശനവും, ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേയും, അതേപോലെ എത്രയാണ് അതിൻ്റെ 108 പിക്സൽ ക്യാമറയും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ സൂചിപ്പിക്കുക. ഇതാ ജസ്റ്റ് ഒരു മോഡലാണ് അല്ലേ, ഒരു കളർഫുള്ളാക്കി മാറ്റാം. കാരണം വിജ്ഞാപനമല്ലേ, പരസ്യമല്ലേ. അതേപോലെ ഒരു ബോക്സും കാര്യങ്ങളും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന നല്ല അട്രാക്റ്റീവ് ആക്കി മാറ്റുക. എന്തൊക്കെയാണ് സവിശേഷതകളും മറ്റും തന്നത് അതൊക്കെ സൂചിപ്പിക്കുക, എല്ലാം കൊടുക്കുക. അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണെടാ. ഓക്കെ, മൊബൈൽ ഫോൺ കി ദുനിയാമേ ധമാക്ക. മൊബൈൽ ഫോണിൻ്റെ ദുനിയയിലെ ലോകത്തിൽ ഇത് ഒരു ധമാക്ക. നയ മൊബൈൽ ഫോൺ അതാ വന്നിരിക്കുന്നു, പുതിയ മൊബൈൽ ഫോൺ. എന്തൊക്കെ? ന്യൂ സ്റ്റാർ മൊബൈൽ, പേരൊക്കെ കൊടുക്കട്ടെ വേണമെങ്കിൽ, ന്യൂ സ്റ്റാർ മൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷതകൾ, ആ പറഞ്ഞ വിശേഷതകൾ കൊടുക്കുക, സൂചിപ്പിക്കുക കേട്ടാ. ഇത്രയും വിശേഷങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ മക്കളിവിടെ സൂചിപ്പിക്കുക. ഓക്കെ, കണ്ടാ, ലംബേ സമയത്ത് ക്രിസ്റ്റൽ സ്പെഷ്യൽ പ്രദർശൻ 108 പിക്സൽ ക്യാമറ. ഇനി സമ്പർക്കക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് കോണ്ടാക്റ്റ് ഒക്കെ കൊടുക്കാം. കണ്ടോ, മെമ്മറി കാർഡ് മുഫ്ത് എന്ന് കണ്ടോ, ഒരു ഇതൊക്കെ ഇട്ടിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആക്കണം കേട്ടോ. കാരണം വിജ്ഞാപൻ, പരസ്യമല്ലേ, ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം. ഇനി ആജ് ഖരീദേ എന്ന് തന്നെ സ്വന്തമാക്കിയാലും. പിന്നെ സമ്പർക്ക കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്പറും ഇമെയിലൊക്കെ ജസ്റ്റ് സൂചിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. യെസ്, ഇതാണ് നമ്മുടെ വിജ്ഞാപനം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കോമൺ ആണ് കേട്ടോ മക്കളെ, ഇതൊക്കെ എല്ലാറ്റിനും കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ. അതേപോലെ ആജി ഖരീദേ എന്നുള്ളത് കോമൺ ആണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ കോമൺ ആണ്, എല്ലാറ്റിനും കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ ആലോചിക്കാനടാ, എന്തോരം ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണടാ അതൊക്കെ എന്നുള്ളത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. സഹി മിലാൻ കറി എന്ന് പറഞ്ഞ പാരിഭാഷ ശബ്ദാവലി, നമ്മുടെ പാരിഭാഷ ശബ്ദാവലി മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. നോക്കിയേ, റിസോഴ്സ്, ഇമ്പോർട്ടൻറ്റ്, ക്യാൻസൽ, സിമ്പിൾ, പബ്ലിക്, പ്രൈവസി, ഷെയർ, ഇൻ്റർനെറ്റ് എന്നിവയുള്ള കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് എങ്ങനെ പറ്റണ്ടേ, ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെയൊക്കെ അറിയാമെന്നുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ്, അതായത് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് അറിയാം. കാരണം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മഹത്വപൂർണ്ണം. ഓക്കെ, കറക്റ്റ് ഒന്നും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മഹത്വപൂർണ്ണം എന്നുള്ളത് ഒന്ന് കിട്ടി. ഇനി ക്യാൻസൽ ചെയ്യുക. ഇതിപ്പോൾ എന്താപ്പോ, സാർവജനിക്കാണോ? അല്ല. അന്തർജാലാണോ? അല്ല. സാഞ്ചാക. റദ്ദ് കരയേക്കണ്ട, റദ്ദാക്കുക, ക്യാൻസലാക്കുക. കിട്ടിയില്ലേ? ഇനി സിമ്പിൾ അറിയാലോ, സിമ്പിളാണ്, അതിൻ്റെ സങ്കേതാണ് അല്ലേ. അതും എൻ്റെ മക്കൾക്കറിയാം.
ഇനി പബ്ലിക്, സാർവജനിക്, സർവരും, പബ്ലിക്, അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇന്റർനെറ്റ് ആയിക്കോട്ടെ, പ്രൈവസി അവിടെ നിൽക്കട്ടെ. ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഇന്റർനെറ്റ്, അന്തർ കണ്ട, ജാല്, നെറ്റ് കണ്ട, അതും കിട്ടി. ഇനി പ്രൈവസി എന്ന് പറഞ്ഞത് കാര്യം, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഗോപനീയതയാണ് പ്രൈവസി എന്നുള്ളതും. ഈ ഷെയർ നിങ്ങൾക്ക് കിട്ടും, കരെ എന്തോ ഷെയർ വരുമ്പോൾ കര എന്നാണ്. അപ്പോൾ കണ്ടോക്കിയ സാഞ്ചാ കരേ. ബാക്കി റിസോഴ്സ് ഇനി പറയില്ല വെച്ചാലും ലാസ്റ്റ് എന്തായാലും ബാക്കിയുള്ളത് ഏതാടാ? റിസോഴ്സ് അല്ലേ ഉള്ളൂ. റിസോഴ്സിൻ്റെ എവിടെടാ? യെസ്, ഇതാ കിടക്കുന്ന റിസോഴ്സ്, സംസാദ. സിമ്പിളായിട്ട് എഴുതിക്കൂടെ, അറ്റൻഡ് ചെയ്തൂടെ? 8 മാർക്ക് കിട്ടൂലേ? പക്ഷെ 1 തെറ്റിയാ 2 തെറ്റും കേട്ടാ. 1 തെറ്റിയാ 2 തെറ്റും. നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടാ. ഇനി അടുത്തത് കിസി ഏക് മൻപസന്ദ് ഫിലിം കി സമീക്ഷ ലേക്കിൻ. ഇതും മിസ് പറഞ്ഞു, ഫിലിം കി സമീക്ഷ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല. അതുകൊണ്ട് അടുത്ത എക്സാമിന് ഈ മിസ് പറഞ്ഞ ഫിലിം സമീക്ഷയാണെങ്കിൽ അത് തന്നെ പഠിച്ചു വെച്ച് പോവുക. ഇനി ബ്ലാക്ക് ആണല്ലോ നമുക്ക് പഠിക്കാണ്ടായിരുന്നു, അതാണെങ്കിൽ അതൊന്ന് പഠിച്ചു വെച്ച് പോവുക. ഓക്കെ, അപ്പോൾ നോക്കിയ ഫിലിം കാ സാർ, ഫിലിം കാ വിശ്ലേഷൺ, അപ്പനാ ദൃഷ്ടികോണമൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുക. അതുകൊണ്ട് ദൃശ്യം ഫസ്റ്റ്, നമ്മുടെ ദൃശ്യത്തിൻ്റെ ഫിലിമി സമീക്ഷയാണ്, ഫിലിമി റിവ്യൂ ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, 2014 ഇതിങ്ങനെ തന്നെയാണ് മക്കളെ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ തന്നെയാണ് മക്കളെ എഴുതേണ്ടത്. 2014 സബ്സേ ലോകപ്രിയ സിനിമാ ഥാ എന്ത്? ദൃശ്യം. 2014 ലോകപ്രിയ സിനിമയാണ് ദൃശ്യം. മലയാള സിനിമ के इतिहास में एक महत्वपूर्ण ഫിലിം है. മലയാള സിനിമയുടെ ഇതിഹാസത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ഇത് ഡയറക്ടർ ജിത്തു ജോസഫാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ സൂചിപ്പിക്കുക. ഞാൻ നേരത്തെ ആസ്വദിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, ഒരു 3 പാരഗ്രാഫായിട്ട് എഴുതണമെന്ന്. അത് തന്നെ ഫിലിമി സമീക്ഷയിലുള്ളൂ. ഫസ്റ്റത്തെ ഏത് ഫിലിമാണ്, ആരാണ് ഡയറക്ടർ, രണ്ടാമത്തെ എന്താണ് ഫിലിമിൻ്റെ ആ കഥ സാരം സൂചിപ്പിക്കുക, മൂന്നാമത്തത് ആരൊക്കെയാണ് കഥ, അപ്പോൾ അവരുടെ റോളും കാര്യങ്ങളൊക്കെ എന്താണ്, അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്ങും കാര്യങ്ങളൊക്കെ അത് സൂചിപ്പിക്കാം കേട്ടോ. അതിൻ്റെ ക്യാമറാമാൻ, അതിൻ്റെ എഡിറ്റർ, അതൊക്കെ സൂചിപ്പിക്കാം. അടുത്തതാണ് ഇതിൻ്റെ എന്താ ഫിലിം കാ കഥ സാർ എന്ന് പറയുന്നത്. ഈ ഫിലിം കാ നായക് ജോർജ് കുട്ടി. ഇതിലെ നായകനെ അറിയാലോ, നമ്മുടെ ജോർജ് കുട്ടീനൊക്കെ മറക്കുവോടാ, നമ്മുടെ മോഹൻലാൽജിനെ മറക്കുവോ? ഇല്ല. ദൃശ്യത്തിലെ ഫിലിമിലെ നായകൻ ജോർജ് കുട്ടി ഒരു സാധാരണ കുടുംബത്തിലാണ്. उसकी बेटी अंजू एक कैंप में बैग लेते समय होने वाली घटनाओं के सिलसिले में വരുൺ നാമक एक लड़का उनके घर आता है. ശരിയല്ലടാ? ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അതൊക്കെ മൈൻഡിൽ ഇങ്ങനെ വന്നില്ലേ? യെസ് എന്നാണ്. അവരുടെ മകളായ അഞ്ജു ഒരു ക്യാമ്പിൽ ആ ഒരു സംഭവം അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുടെ ഇതായിട്ട് ആ ഒരു ഇതിൽ എന്താ വരുൺ എന്നുള്ള ഒരു ആൺകുട്ടി എന്ത് ചെയ്യുന്നു, അവളുടെ വീട്ടിലേക്ക് വരുന്നു. മാൻ കി രക്ഷാക്കിലിയെ അഞ്ജു ഉസ്കി മാ മിൽക്കർ വരുൺ കുമാർ ഡാൽത്തി ഹെ. അവരുടെ മാനം കാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ അഞ്ജും അവളുടെ അമ്മയും എന്ത് ചെയ്യുന്നു, വരുണിനെ കൊല്ലുന്നു. വരുൺക്ക് മാ ഭാ പോലീസ് ഓഫീസർ ഹെ. എന്നാൽ വരുണിൻ്റെ അമ്മയും അച്ഛൻ എന്താ പോലീസ് ഓഫീസേഴ്സാണ്. വരുൺക്ക് ലാപത്താ ഹോനെ പർ ഉസ്കി ഘോജ് ഔർ ജാഞ്ച് ഹോത്തി ഹെ. അങ്ങനെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ആരുടെ വരുണ് കാണാനില്ല, അതിന് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നു. ലേക്കിൻ ജോർജ് കുട്ടി വരുൺക്ക് ലാഷ് കോ പോലീസ് സ്റ്റേഷൻ കെ നീവ് മേ ഘോഷ് डालकर सबको बेवकूफ बनाता है और मुकदमे से बच जाता है. എന്താ പറയുന്നത്? നമുക്ക് പക്ഷേ നമ്മുടെ മോഹൻലാൽജി എന്ത് ചെയ്യുന്നുണ്ട്, വരുൺ കി ലാഷ് കോ, വരുണിൻ്റെ മൃതദേഹം പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ബേസിൽ അടിത്തറയിൽ എന്ത് ചെയ്യുന്നു, അതിൽ കുഴിച്ചുകൊണ്ട് അതിലിട്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, ബേവ്കൂഫ് ബനാത്ത, എല്ലാവരും വിഡ്ഢികളാക്കിയിട്ട് കേസിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ തന്നെയല്ലടാ കഥ അല്ലെ? ആ സമയത്ത് പോലീസ് സ്റ്റേഷനും പണിയൊക്കെ നടക്കുകയായിരുന്നു അല്ലേ? ആ തറയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു അല്ലേ? ഓർമ്മയില്ലേടാ? ദൃശ്യം കണ്ടവരായിട്ട് എല്ലാവരും ദൃശ്യം കണ്ടവരല്ല, ദൃശ്യം കാണാത്തവരുണ്ട്. ഫേമസ് ഫിലിമാണ് അല്ലേ? യെസ്. ഇനി മൂന്നാമതാണ് ഫിലിമിൻ്റെ കഥ സാരം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്താ, ഫിലിം കെ കേന്ദ്ര കഥാപാത്ര ജോർജ് കുട്ടിക്കോ മോഹൻലാലിനെ അവിസ്മരണീയ ബനായ ഹെ. ഫിലിമിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജോർജ് കുട്ടിയാണ്. ജോർജ് കുട്ടിനെ അവതരിപ്പിച്ചവരെ മോഹൻലാലാണ്. അത് അവിസ്മരണീയമാക്കി തീർത്തു. പരിവാർ में होने वाली छोटी छोटी घटनाओं की स्वाभाविक अवतरण से मोहनलाल का जॉर्ज കുട്ടി ദർശകോं के मन को छूता है. ഇങ്ങനെ ഓരോ കുടുംബത്തിൽ നൽകി ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ അങ്ങനെ സ്വാഭാവികമായ അവതരണത്തിലൂടെ എന്ത് ചെയ്യുന്നു, മോഹൻലാൽ എന്ത് ചെയ്യുന്നു, ജോർജ് കുട്ടിയുടെ ആ ഒരു വ്യൂവേഴ്സിൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു. ഫിലിം को चरम सीमा तक रोचक बनाए रखने में निदेशक पूर्णतः सफल हुआ है. ഫിലിമിൻ്റെ അവസാനം വരെ ക്ലൈമാക്സ് വരെ കണ്ടിരിക്കാൻ അല്ലെ ഇൻട്രസ്റ്റിങ്ങോടെ കണ്ടിരിക്കാനുള്ള ആ ഒരു ആര് കാരണം കിട്ടിയ നിർദ്ദേശക് ജിത്തു ജോസഫ് നല്ല സഫലതാപൂർവക്
അവ സഫലമായി. इसकी पटकथा ജിത്തു ജോസഫ് ने ही तैयार की है. അതിന്റെ തിരക്കഥ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതാരാണ്? ജിത്തു ജോസഫ് തന്നെയാണ്. സംവാദ് കഹാനിക്ക് അനുകൂൽ ഹെ. അവരുടെ സംഭാഷണ ഡയലോഗ് എന്ന് പറയുന്നത് കഹാനിക്ക് അത്രയും എന്താ പറയുക അനുകൂലമാണ്. അയൂബ് ഖാനാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ഛായാങ്കർ എന്ന് പറഞ്ഞ ക്യാമറ ഇത് അജിത് വാസുദേവാണ്. ഫിലിമിൻ്റെ സംസാമായിക ഒരു സാമാജിക സമസ്യയും കൊതിക്കാത്ത ഹെ. സാമൂഹികമായും സമകാലീനമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് പോവാ. ഓക്കെ, ഫിലിം സമീക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് വെച്ചാൽ അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫിലിമിൻ്റെ സമീക്ഷ മക്കൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എഴുതി കൂടെടാ. അതെ, മനസ്സിലായല്ലോ. ഇങ്ങനെ ഒന്ന് കീപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല എന്നല്ലേ. എന്താണെടാ? സൂചനാക്ക് അധികാർ പത്രാണെടാ. സൂചനാക്ക് അധികാർ പത്രാണ് എഴുതാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സൂചനാക്ക് അധികാർ പത്ര. അതിന് എൻ്റെ മക്കൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. സൂചനാക്ക് അധികാർ പത്രമാണെങ്കിൽ നന്നായി വായിച്ചിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് വിഷയം, ആരാണ് അയക്കുന്നത്, ആർക്കാണ് അയക്കുന്നത് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ആജ്കൽ സഡക് ദുർഘടനായെ ഭടുത്തി ജാ രഹി ഹൈ ഉസ്കി റോക്താം കെ ലിയേ. അപ്പൊ സഡക് ദുർഘടനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത് ഈ പത്ര. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഇത് തടയുന്നതിന് വേണ്ടി സർക്കാർ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ ആരാണ് അയക്കുന്നത്? അപ്പൊ ഇതാണ് മനോജ് കുമാർ, താരാവിഹാർ, പാലക്കാട്. ഇതാണ് എന്താടാ? ഇതാണ് ഫ്രം, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്, പ്രേഷക് ഹിന്ദിയിൽ അല്ലേ, പ്രേഷക് ഇതാണ് അയക്കുന്നത്. ഇനി की ओर से സാർവജനിക സൂചനാധികാരി ആർക്കാണ് അയക്കുന്നത്? യെസ്, കേരള സർക്കാർ. അതൊക്കെ ഇതിൽ തന്നെയാണ്. നമ്മൾ മിസ്സൊന്നും കൂട്ടിച്ചേർത്തല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉള്ളത് ആൻസേഴ്സ് ആണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് ഇതൊക്കെ. ഇത് 2 ആണടാ അല്ലേ. സേവാമേം ആർക്കാണടാ? സേവാമേം ട്ടാ. ഇത് സേവാമയാണ്. കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നോക്കിയേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾക്ക് അറിയാലോ, ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 10 രൂപയുടെ സ്റ്റാമ്പ്, ഇതിന് മാർക്കുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ മറക്കരുത് കേട്ടാ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ. 10 രൂപയുടെ സ്റ്റാമ്പ് കൊടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് നോക്കിയേ. പ്രേഷക് ആരാണ്? മനോജ് കുമാർ, താരാവിഹാർ, പാലക്കാട്. അതന്നെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതി വയ്ക്കുക. സേവാമേ ആർക്കാണ് അയക്കുന്നത്? സാർവജനിക സൂചനാധികാരി, സഡക് പരിവാഹൻ വിഭാഗ്, കേരള സർക്കാർ. ഇതും അതിൽ തന്നെ കൊടുത്തുള്ളത്. ഇനി മഹോദയ് സർ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം എന്താണ്? വിഷയം യെസ്, അതും അതിൽ കൊടുത്തിട്ടുണ്ട്. സഡക് ദുർഘടനാവും കി രോക്താം കെ ലിയേ സർക്കാർ ദ്വാരാ കി ഗയി കാർവായും സേ സംബന്ധിത്. ഇതാണ് വിഷയം. റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, തടയുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഇത് ഞാൻ പറയാറുണ്ട്, സന്ദർഭം എന്നുള്ളത് എന്താണ്? കോമൺ ആണ്. ഇതെല്ലാറ്റിലും ഇത് തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക. കോമൺ ആണ് കേട്ടോ. മനസ്സിലായല്ലോ. സൂചനാ അധികാർ അധിനിയം 2005 ഏത് നിയമവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഏത് നിയമമാണ്? സൂചനാ വിവരാവകാശ നിയമം 2005. ഇനി മാംഗിക ഈ സൂചനാക്ക വിവരണം, അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുന്നുള്ളത്? ഫസ്റ്റ്, बढ़ती सड़क दुर्घटनाओं की रोकथाम के लिए സർക്കാർ ദ്വാരാ ക്യാ ക്യാ കാർവായി की गई है. ഈ റോഡ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അല്ലേ, വർദ്ധിക്കുന്നുണ്ട്. അത് തടയുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? അത് ഒരു ക്വസ്റ്റ്യൻ ആക്കാം നിങ്ങൾക്ക്. രണ്ടാമത്തെ, സഡക് സുരക്ഷ കെ ബാരെ മേ ക്യാ ക്യാ ജാഗ്രതാ കാര്യക്രമ ആയോജിത് കിയ ഗയേ ഹൈ. സഡക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ബോധവൽക്കരണം, അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? അടുത്ത്, സഡക് നിയമമൊക്കെ ഉല്ലംഘനം കാരണം പർ ദണ്ഡിക്കുക. എന്താണ് ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഇത്രയും ഒന്നും നിങ്ങൾ നോക്കണം. വെറും 3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, കൂടുതലൊന്നും ചോദിക്കണ്ട. ഓക്കെ, എന്നിട്ട് ഇത്രയും ചോദിച്ചുകൊണ്ട് ഭവതി ആരാണോ അയക്കുന്നത്? മനോജ് കുമാർ അല്ലേ? എന്ന് ഹസ്താക്ഷരമാണ് കേട്ടോ. അത് ഹസ്താക്ഷരം കൊടുക്കുക, ഒപ്പ് കൊടുക്കുക, മനോജ് കുമാർ. സ്ഥാനം താരീഖും. ഇത്രയേ ഉള്ളൂ.
ഇത്രയേ ഉള്ളൂ. ഇനി അയ്യോ ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ മിസ്സേ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യന് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരിത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ പകുതി മാർക്ക് ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങളൊന്നും എടുത്തെഴുതിയാൽ മതി, അതും നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് എഴുതണം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ നന്നായിട്ട് തന്നെ നോക്കി പോവുക കേട്ടോ. എന്തൊക്കെയാണ് മിസ് പറഞ്ഞ് ഓർമ്മ ഉണ്ടല്ലോ? ആസ്വാദനപ്പൊടി മസ്റ്റാണ്, സംക്ഷേപം മസ്റ്റാണ്, ട്രാൻസ്ലേഷൻ മസ്റ്റാണ്, അതേപോലെ ഡയറിയോ പത്രോ അത് മസ്റ്റാണ്, ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. അതേപോലെ നമ്മൾ ഈ സൂചനാധികാർ പത്ര, പാരിഭാഷ ശബ്ദാവലി, വിജ്ഞാപൻ, പോസ്റ്റർ കേട്ടോ, ദോഹ നമ്മൾ പഠിച്ചില്ലേ, ഏതെങ്കിലും ദോഹ, അതൊക്കെ മസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിപ്പോവുക. ഇത് തന്നെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മളെ മെയിൻ എക്സാമിന് പബ്ലിക് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ടഫായി തോന്നുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്ത് അറിയിക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞുതരുമോ മിസ്, ഇത് കൂടുതലായിട്ടൊന്നും കൂടി ഒന്ന് ഫോഴ്സ് ചെയ്ത് പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് അറിയില്ല, അതൊക്കെ ചോദിച്ചോളൂ. മിസ് ലൈവിൻ്റെ ആ ടൈമിൽ മിസ് പറഞ്ഞുതരാം. നമുക്ക് ലൈവിന് കിടക്കല്ലടാ, അതിൽ കൂടുതൽ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുകൂടി എല്ലാ ചാപ്റ്റേഴ്സിനും റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലൈവ് കിടക്കുകയാണ് കേട്ടോ. അതിലൊക്കെ മിസ് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. 80% ഷുവറാണ് അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണുകയാണെങ്കിൽ കേട്ടോ. ഈ ലൈവും അതേപോലെ എജ്യൂപോർട്ടിൻ്റെ വീഡിയോസും ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഷുവറായിട്ട് 80 വാങ്ങാം, അല്ലെങ്കിൽ A+ തന്നെ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ധന്യവാദ്.